Hi, good evening, everyone. So let's start. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 ആണ്. NEP 2020 എന്നും പറയും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഏരിയയാണ് NEP 2020. ആൻഡ് നമ്മളുടെ സിലബസ് പ്രകാരം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് 2020ക്ക് ശേഷം അപ്ഡേഷൻസ് വന്നിട്ടില്ല. അതുകൊണ്ട് NEP 2020 എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷനിലെ പുതിയൊരു ഇനീഷ്യേറ്റീവ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ സിലബസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൂടാതെ നമ്മളോട് ചോദിക്കുമ്പോൾ NEPയുമായി ബന്ധപ്പെട്ട ഒരു ഡീപ്പ് നോളജ് ആവശ്യമാണ്. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. PYQs നമുക്ക് ഡിസ്കസ് ചെയ്യാം, അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. NEPയിലെ എല്ലാ പ്രൊവിഷൻസും തന്നെ വളരെ ഡീപ്പായിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ NEPയുടെ ബേസിക് പ്രൊവിഷൻസ് എല്ലാം ഏതൊക്കെയാണ് ഹൈലൈറ്റ്സ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ട് ഏതൊക്കെ അഡീഷണൽ ഏരിയാസ് ആണ് വന്നിരിക്കുന്നത്, അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ് ബി സ്റ്റാർട്ട്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് 2020. നമ്മൾ ആദ്യം ബേസിക് ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ, യൂണിയൻ ക്യാബിനറ്റ് ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ 2020 ഈ ഒരു പോളിസി അപ്രൂവ് ചെയ്യണ്ടായി. അതായത് മേക്കിംഗ് വേ ഫോർ ദി ലാർജ് സ്കെയിൽ ട്രാൻസ്ഫോർമേഷണൽ റിഫോംസ് ഇൻ ബോത്ത് സ്കൂൾ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ. സോ പൂർണ്ണമായിട്ട് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ മൊത്തമായിട്ട് മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പുണ്ടായിരുന്ന നമ്മൾ ക്രിയേറ്റ് ചെയ്ത നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 നമ്മൾ പാസ്സാക്കിയത്. ആ ഒരു പോളിസിയെ റിഫോം ചെയ്തുകൊണ്ടാണ് നമ്മൾ പുതിയൊരു എഡ്യൂക്കേഷൻ പോളിസി ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്തേക്കുക. ഡിഫറെന്റ് റിഫോംസ് ഇൻ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് കമ്മീഷൻസിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോഴും നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞാണ്. അതിന്റെ ഒരു റിഫോർമേഷൻ, ആ ഒരു പോളിസി മാറ്റിയിട്ട് പുതിയൊരു എഡ്യൂക്കേഷൻ പോളിസി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഓക്കെ, സോ പോളിസിയെ പറ്റി പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ബിൽഡ് ഓൺ ദി ഫൗണ്ടേഷണൽ പില്ലേഴ്സ് ഓഫ്, നമ്മളെല്ലാ എഡ്യൂക്കേഷണൽ പോളിസിയുടെ കാർഡിനൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ആക്സസ്, ഇക്വിറ്റി ആൻഡ് ക്വാളിറ്റി ആണ്. ഈ 3 കാർഡിനൽ പ്രിൻസിപ്പിൾസ് കൂടാതെ അഫോർഡബിലിറ്റി, അക്കൗണ്ടബിലിറ്റി കൂടി ആഡ് ചെയ്യുന്നു. അങ്ങനെ 5 ഫൗണ്ടേഷണൽ പില്ലേഴ്സിലാണ്, 5 ലെവലിലുള്ള 5 ഫൗണ്ടേഷണൽ പില്ലേഴ്സിലാണ് ഈ ഒരു പോളിസി നിലനിൽക്കുന്നത്. സോ പറഞ്ഞിരിക്കുന്ന പോളിസി ഡോക്യുമെന്റ് പ്രകാരം പറഞ്ഞിരിക്കുന്ന 5 പില്ലേഴ്സ് ഇവയെല്ലാമാണ്: ആക്സസ്, equity, quality, affordability, and accountability. Okay, so this policy is aligned to the 2030 Agenda for Sustainable Development and aims to transform India into a vibrant knowledge society, the global knowledge superpower, by making both school and college education more holistic, flexible, multidisciplinary, and suitable to 21st century needs, and aimed at bringing out the unique capabilities of each student. അതായത് നമ്മൾ നിലവിലുള്ള എഡ്യൂക്കേഷൻ പോളിസിയെ റിഫോം ചെയ്തുകൊണ്ട് നമ്മളുടെ 2030 അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രകാരം ഉദ്ദേശിക്കുന്നത് ഇതാണ്: ട്രാൻസ്ഫോം ഇന്ത്യ ഇൻറ്റു എ വൈബ്രന്റ് നോളജ് സൊസൈറ്റി. ഗ്ലോബലി നോളജ് സൂപ്പർ പവർ ആയിട്ട് ഇന്ത്യയെ മാറ്റുക, ഏറ്റവും നോളജ് ഷെയർ ചെയ്യപ്പെടുന്ന നോളജ് സൊസൈറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക. ആൻഡ് അതുവഴി ബൈ മേക്കിംഗ് ബോത്ത് സ്കൂൾ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ മോർ ഹോളിസ്റ്റിക്, ഫ്ലെക്സിബിൾ, മൾട്ടിഡിസിപ്ലിനറി ആൻഡ് സ്യൂട്ടബിൾ ടു ദി 21st സെഞ്ചുറി നീഡ്സ്. ഇന്ന് നമുക്ക് ആവശ്യമുള്ള എല്ലാ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഹോളിസ്റ്റിക് എഡ്യൂക്കേഷണൽ കൺസെപ്റ്റ് ആയിട്ട് NEP ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതുവഴി ഓരോ സ്റ്റുഡന്റും ഡിഫറെന്റ് ആണ്, അവരുടെ യുണിക് കേപ്പബിലിറ്റീസ് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ആവശ്യം. ആ ഒരു പർപ്പസ് മുൻനിർത്തിക്കൊണ്ടാണ് NEP 2020 ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതെല്ലാം ഒരു ബേസിക് നോളജ്, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള രീതിയിൽ ഓർക്കാനുള്ളതാണ്. ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇതിന്റെ പില്ലേഴ്സ് ആണ്, ഫൗണ്ടേഷണൽ പില്ലേഴ്സ്. ഫൗണ്ടേഷണൽ പില്ലേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി, അഫോർഡബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഇവയെല്ലാം ചേർന്നതാണ്, ഇവയാണ് ഫൗണ്ടേഷണൽ പില്ലേഴ്സ് ഓഫ് NEP എന്ന് പറയുന്നത്. ഓക്കെ, നൗ NEPയിലെ കീ പ്രൊവിഷൻസ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇത് ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്സ് ആണ്. അതിന് ബേസിക് ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടി നമുക്ക് ഇത് മതിയാവും. ജസ്റ്റ് നോക്കുക. ലേണിംഗ് പ്ലാൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: പബ്ലിക് സ്പെൻഡിങ് ഓൺ എഡ്യൂക്കേഷൻ ബൈ സ്റ്റേറ്റ്സ് സെന്റർ ടു ബി റേസ്ഡ് ടു 6% ഓഫ് GDP. ഇന്ത്യൻ GDPയുടെ 6% പബ്ലിക് സ്പെൻഡിങ്, എഡ്യൂക്കേഷന് വേണ്ടിയുള്ള പബ്ലിക് സ്പെൻഡിങ് ഉയർത്താൻ വേണ്ടി തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ടു ബി നെയിംഡ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. ഇപ്പോൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. മിനിസ്ട്രി ഓഫ് HRDയെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആക്കി മാറ്റി. ദെൻ സെപ്പറേറ്റ് ടെക്നോളജി യൂണിറ്റ് to develop digital education resources.
എഡ്യൂക്കേഷൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി സ്കൂൾ എഡ്യൂക്കേഷനെയും ഹയർ എഡ്യൂക്കേഷൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? സ്കൂൾ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ യൂണിവേഴ്സലൈസേഷൻ ഓഫ് ഏജ്, യൂണിവേഴ്സലൈസേഷൻ ഫ്രം ഏജ് 3 ടു ക്ലാസ് 10 ബൈ 2030. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ ഏരിയ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഏത് വർഷത്തിലേക്കാണ്, ഏത് വർഷം എത്തുമ്പോഴാണ് സ്കൂൾ എഡ്യൂക്കേഷനിൽ 100% 100% ഇൻടേക്ക് പ്രതീക്ഷിക്കുന്നത്, ടാർഗറ്റ് ചെയ്യുന്നത്? ആ ടാർഗറ്റ് ചെയ്തത് 2030-ലാണ്. അതായത് യൂണിവേഴ്സലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ കുട്ടികളും എഡ്യൂക്കേഷന്റെ ഫ്രെയിം വർക്കിലേക്ക് വരണം. സോ 3 വയസ്സിനും 10ാം ക്ലാസ്സിനും ഇടയിലുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സലൈസ് ചെയ്യാൻ സാധിക്കണം. അത് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് 2030 എത്തുമ്പോഴേക്കാണ്. ദെൻ മിഷൻ ടു എൻഷുർ ലിറ്ററസി ആൻഡ് ന്യൂമറസി സ്കിൽസ് ബൈ 2025. 2025 ആകുമ്പോഴേക്കും ലിറ്ററസി ന്യൂമറസി സ്കിൽസ് എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു സെപ്പറേറ്റ് മിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ന്യൂ കരിക്കുലം ടു ഇൻക്ലൂഡ് 21st century സ്കിൽസ് ലൈക്ക് കോഡിംഗ് ആൻഡ് വൊക്കേഷണൽ ഇന്റഗ്രേഷൻ ഫ്രം ക്ലാസ് 6. 6ാം ക്ലാസ് മുതൽ കോഡിംഗ് കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് വരണം. അതേപോലെ വൊക്കേഷണൽ സബ്ജക്റ്റുകൾ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ദെൻ ബോർഡ് എക്സാംസ് ടു ബി ഈസിയർ, റീഡിസൈൻഡ്. നിലവിലുള്ള ബോർഡ് എക്സാമിനേഷന്റെ സ്ട്രിക്ട്നെസ് ഒഴിവാക്കിക്കൊണ്ട് ഈസിയർ ആയിട്ടുള്ള ബോർഡ് എക്സാമിനേഷൻസ് കൊണ്ടുവരിക. അതുവഴി എഡ്യൂക്കേഷൻ കുറച്ചുകൂടി ഈസിയർ ആക്കുക. ആൻഡ് ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ ദർ വിൽ ബി ന്യൂ അംബ്രല റെഗുലേറ്റർ ഫോർ ഓൾ ഹയർ എഡ്യൂക്കേഷൻ എക്സെപ്റ്റ് മെഡിക്കൽ, ലീഗൽ കോഴ്സസ്. മെഡിക്കൽ ലീഗൽ ഫ്രെയിംവർക്ക് ഒഴികെ ബാക്കി എല്ലാ എഡ്യൂക്കേഷൻ സെക്ടറും പുതിയൊരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിലേക്ക് മാറ്റുന്നു. ദെൻ ഫ്ലെക്സിബിൾ ഹോളിസ്റ്റിക് മൾട്ടി ഡിസിപ്ലിനറി UG കോഴ്സസ്, UG ഡിഗ്രീസ് ഓഫ് 3 to 4 years ഡ്യൂറേഷൻ. 4 വർഷ ഡിഗ്രി കോഴ്സുകളെ പറ്റി നമ്മൾ കേട്ടു. അങ്ങനെയുള്ള പുതിയ തരത്തിലുള്ള UG കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. 1 to 2 year PG പ്രോഗ്രാംസ്, നോ എംഫിൽ അതോടുകൂടി എടുത്തുകളയാണ്. PG പ്രോഗ്രാം 1 year ആൻഡ് 2 year സെപ്പറേറ്റ് PG പ്രോഗ്രാംസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ കോളേജ് അഫിലിയേഷൻ സിസ്റ്റം ടു ബി ഫേസ്ഡ് ഔട്ട് ഇൻ 15 years. 15 വർഷം കൊണ്ട് നിലവിലുള്ള അഫിലിയേഷൻ സിസ്റ്റം മാറ്റി പുതിയൊരു മെക്കാനിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഇത്രയുമാണ് ഒരു നക്ഷലിൽ പറയുകയാണെങ്കിൽ മേജർ ഐഡിയാസ് NEP-യുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ യു ക്യാൻ സീ ഇറ്റ് ഹിയർ. ഇത് സ്കൂൾസിന്റെയും കോളേജസിന്റെയും സെപ്പറേറ്റ് ആയിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്തത്. ഓൾറെഡി ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് വായിച്ചു നോക്കാൻ വേണ്ടി. സോ ഫോർ സ്കൂൾസ് ഫ്രം 10+2 സിസ്റ്റത്തിൽ നിന്നും മാറുന്നത് എങ്ങനെയാ? 5+3+3+4 ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത്. നമ്മളോട് ചോദിച്ചു സിസ്റ്റം ഏതാണ്, അവർ ചോദിച്ചിരിക്കുന്നത് വെച്ചിട്ട് ഇത് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ കൺഫ്യൂഷൻ വരാം. ആ രീതിയിലാണ്. സോ 5+3+3+4 എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്കാണ് മാറുന്നത്. സോ നിലവിലുള്ള 10+2 സ്ട്രക്ചർ ഇൻ വിച്ച് പോളിസി കവേർഡ് സ്കൂളിംഗ് ഫ്രം ക്ലാസ് 1 to 10 ആൻഡ് ദെൻ ക്ലാസ് +1 ആൻഡ് +2. ആ ഒരു ഏജ് ഗ്രൂപ്പ്, അതായത് 6 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം gives way to 5 years of foundational education, 3 years of preparatory education, 3 years of middle and 4 years of secondary schooling. So ഇവിടെ മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഈ സെക്കൻഡറി സ്കൂളിംഗ് കൺസെപ്റ്റ് ഏത് ഏജ് ഗ്രൂപ്പ് തൊട്ടാണ്, അല്ലെങ്കിൽ എത്ര വർഷത്തെയാണ്, അല്ലെങ്കിൽ ഏത് ക്ലാസ് തൊട്ടാണ് സെക്കൻഡറി സ്കൂളിംഗ് വരുന്നത്? സോ ലാസ്റ്റ് 4 ഇയേഴ്സിനെയാണ് സെക്കൻഡറി സ്കൂളിംഗ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് 4 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് ക്ലാസ് തൊട്ട് ഏത് ക്ലാസ് വരെയാണ്? 9, 10, 11, 12. ഈ 4 വർഷങ്ങളാണ് സെക്കൻഡറി സ്കൂളിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അവർ ചോദിച്ചിരിക്കുന്നത് സ്പെസിഫിക്കലി അങ്ങനെയായിരുന്നു. ഓക്കെ, അത് ഒരു ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. 8 to 12 ആണോ, 9 to 12 ആണോ, അല്ലെങ്കിൽ 6 to 10 ആണോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സെക്കൻഡറി സ്കൂളിംഗിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് നിർത്തി പറയണം. അതേപോലെ തന്നെ മിഡിൽ സ്കൂളിംഗ് ഏത് ക്ലാസ്സുകളാണ്? 3 years ആണ് മിഡിൽ സ്കൂളിംഗ് വരുന്നത്. ദെൻ പ്രിപ്പറേറ്ററി എന്ന് പറയുന്നത് 3 years ആണ്. 5 years ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ 3 വയസ്സിലൊരു കുട്ടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, സ്കൂളിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം ഫൗണ്ടേഷണൽ എഡ്യൂക്കേഷൻ, അതിനുശേഷം 3 വർഷം പ്രിപ്പറേറ്ററി എഡ്യൂക്കേഷൻ, ആ 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും 3 വർഷം മിഡിൽ സ്കൂളാണ്. പിന്നീടുള്ള 4 വർഷങ്ങളാണ് സെക്കൻഡറി സ്കൂളിംഗ് കൺസെപ്റ്റിലേക്ക് വരുന്നത്. സോ മൾട്ടി സ്ട്രീം രണ്ടാമത്തെ ഫീച്ചറായിട്ട് ഓർക്കുക. ഫ്ലെക്സിബിലിറ്റി ടു ചൂസ് സബ്ജക്ട്സ് അക്രോസ് സ്ട്രീംസ്. ഇവിടെ നമ്മൾ സയൻസ്, കൊമേഴ്സ്, ആർട്സ് എന്നുള്ള ഡിവിഷനൊക്കെ ഒന്ന് കുറച്ചുകൂടി കുറയ്ക്കുകയാണ്. ആൻഡ് അക്രോസ് ഡിസിപ്ലിനിൽ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. ഫ്ലെക്സിബിലിറ്റി ചൂസ് സബ്ജക്ട്സ് അക്രോസ് സ്ട്രീംസ്. ഓൾ സബ്ജക്ട്സ് ടു ബി ഓഫേർഡ് അറ്റ് 2 levels ഓഫ് പ്രൊഫിഷ്യൻസി. എല്ലാ സബ്ജക്റ്റുകളും 2 ലെവലുകളായിട്ടായിരിക്കും ഓഫർ ചെയ്യുന്നത് പ്രൊഫിഷ്യൻസി എൻഷുർ ചെയ്യാൻ വേണ്ടി. ആ രീതിയിലാണ് കരിക്കുലം ക്രിയേറ്റ് ചെയ്യുക.
Then diluted board. Board exams to test only 4 competencies would become modular, object and subjective, and will be offered twice a year. ബോർഡ് എക്സാംസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കുറച്ചുകൂടി ഈസി ആക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് വർഷത്തിൽ 2 തവണയായിരിക്കും എക്സാം പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് അത് മോഡുലാർ ആയിരിക്കും, മൊഡ്യൂൾ ബേസ്ഡ് ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അത് ഒബ്ജക്റ്റ് ടൈപ്പും സബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സാം എന്നുള്ളതായിരിക്കും കണ്ടക്ട് ചെയ്യുക. ദെൻ മൾട്ടിലിംഗ്വൽ. So 3 language policy to continue with preference for local language medium of instruction till class 8. 8ാം ക്ലാസ് വരെ ലോക്കൽ ലാംഗ്വേജ് മീഡിയം പ്രൊമോട്ട് ചെയ്യുന്നു. ആൻഡ് നിലവിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന കൊത്താരി കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമുള്ള 3 ലാംഗ്വേജ് ഫോർമുല തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ 3 ലാംഗ്വേജ് ഫോർമുലയിൽ എംഫസൈസ് ചെയ്യുന്നത് ക്ലാസ് 8 വരെ ലോക്കൽ വെർണാക്കുലർ ലാംഗ്വേജിലുള്ള കോച്ചിങ് തന്നെ പ്രൊമോട്ട് ചെയ്യണം എന്നവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. Then bagless days. School students to have 10 bagless days in a year, during which they are exposed to a vocational or vacation of choice. ഇൻഫോർമൽ ഇന്റേൺഷിപ്പ് എന്ന് പറയും. ഇന്റേൺഷിപ്പ് കൺസെപ്റ്റ് തന്നെയാണ്. അതായത് 10 ദിവസത്തെ വെക്കേഷൻ പോലെ അല്ലെങ്കിൽ ബാഗ്ലെസ് ആയിട്ടുള്ളൊരു 10 ദിവസമെങ്കിലും വർഷത്തിൽ കുട്ടികൾക്ക് സ്കൂൾ വരാൻ സാധിക്കണം. ആ ഒരു കൺസെപ്റ്റ് ഉണ്ടാവണം. അത് ഇന്റേൺഷിപ്പ് പോലുള്ള ആക്ടിവിറ്റീസ്, അഡീഷണൽ ആക്ടിവിറ്റീസ് ആയിരിക്കണം ആ ടൈം ഫ്രെയിമിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നും ഇതിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സ്കൂൾ എഡ്യൂക്കേഷന്റെ കോർ ചേഞ്ചസ്. ഓക്കെ, ഇനി കോളേജിലേക്ക് വന്നു കഴിഞ്ഞാൽ സാറ്റലൈറ്റ് കോളേജ് ടെസ്റ്റ്. സോ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ടു കണ്ടക്ട് കോമൺ കോളേജ് എൻട്രൻസ് എക്സാമിനേഷൻ ചോയ്സ് എ ഇയർ. കോമൺ കോളേജ് എൻട്രൻസ് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്തു. ഓക്കെ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ പോലെ കോമൺ കോളേജ് എൻട്രൻസ് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുകയാണ് 2 വർഷത്തിൽ 2 തവണ എന്നുള്ള രീതിയിൽ. ദെൻ 4 ഇയർ ബാച്ചിലർ ഡിഗ്രി, 4 year multidisciplinary bachelor's program to be preferred. Mid-term dropouts are to be given credit with options to complete degree after a break. അപ്പോൾ ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിഗ്രി 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നു. ദെൻ അതിനകത്ത് തന്നെ മിഡ് ടേം ഡ്രോപ്പ് ഔട്ട്സിനൊക്കെ അവർക്ക് അവരുടെ ടൈമിനനുസരിച്ച് സ്റ്റുഡൻറ് സെൻട്രിക് എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയാം. അത് സ്റ്റുഡൻസിന് ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് മറ്റൊന്നിലും ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ സൗകര്യത്തിനനുസരിച്ച് ബ്രേക്ക് എടുക്കാനോ ഒക്കെയുള്ള ഓപ്ഷൻ ഈ ഒരു കരിക്കുലം പ്രകാരം പ്രൊവൈഡ് ചെയ്യും. Can see it here. Mid-term dropouts to be given credit with an option to complete degree after a break. അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുവാണ്. Now affiliation. Over next 15 years, colleges will be given graded autonomy to give degrees. Affiliation with the universities to end. So would deemed university status. അത് ഡീംഡ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് ഇല്ലാതാവും അടുത്ത 15 വർഷങ്ങളോടുകൂടി. അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന കോളേജുകൾ ആ കൺസെപ്റ്റും പതുക്കെ ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ്. അതുവഴി കൂടുതൽ ഓട്ടോണമി കോളേജസിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ഈ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. ദെൻ ഫ്രീ ക്യാപ്. പ്രപ്പോസൽ ടു ക്യാപ് ഫീ ചാർജ്ഡ് ബൈ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ്. എത്രയാണ് ക്യാപിറ്റലൈസേഷൻ ഫീ, എത്രയാണ് ഫീ ചാർജ് ചെയ്യാവുന്നത്, അതിന്മേലൊക്കെ ലിമിറ്റേഷൻസും കൊണ്ടുവരണമെന്ന് തീരുമാനിക്കുന്നുണ്ട്. എത്രയാന്നുള്ളത് തീരുമാനങ്ങളൊക്കെ പ്രപ്പോസലിന്റെ ഭാഗമായിട്ട് ഇപ്പം നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. ദെൻ ഗോയിങ് ഗ്ലോബൽ. ടോപ്പ് റേറ്റഡ് ഗ്ലോബൽ യൂണിവേഴ്സിറ്റീസ് ടു ബി ഫെസിലിറ്റേറ്റഡ് ടു കം ടു ഇന്ത്യ. ടോപ്പ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ബി എൻകറേജ് ടു ഗോ ഗ്ലോബൽ. സോ ഫോറിൻ യൂണിവേഴ്സിറ്റീസിന് ഇന്ത്യയിൽ വന്ന് കോഴ്സസ് ഓഫർ ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നു. അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഫോറിൻ സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാനും ഫോറിൻ കോഴ്സസ് ഓഫർ ചെയ്യാനുള്ള അവസരവും ഒരുക്കുന്ന രീതിയിലാണ് കരിക്കുലം ഫ്രെയിം ചെയ്തിരിക്കുന്നത്. സോ ഇത് ബ്രോഡ്ലി എന്താണ് മേജർ ചേഞ്ചസ് എന്നുള്ളൊരു ഐഡിയ കിട്ടിയോ? ഇസ് ഇറ്റ് ക്ലിയർ? ശരി, ഇനി നമുക്ക് ഡീപ്പായിട്ട് പോവാം. സോ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ഹൈലൈറ്റ്സ് ഓഫ് NEP 2020. അത് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട മേജർ ചേഞ്ചസ് ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഫീച്ചർ ഒരു പോയിന്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കി പോവാം. എൻഷുറിങ് യൂണിവേഴ്സൽ ആക്സസ് ടു ഓൾ ലെവൽസ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ. ഓക്കെ, അത് നമ്മളൊരു ടാർഗറ്റ് ആയിട്ട് പറഞ്ഞു. 2030 എത്തുമ്പോഴേക്കും സ്കൂൾ എഡ്യൂക്കേഷൻ എല്ലാ ലെവലിലേക്ക് എത്തണം എന്നൊരു ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. സോ NEP 2020 emphasizes on ensuring universal access to school education at all levels, preschool to secondary. About 2 crore out of the school children will be brought back into the mainstream under NEP 2020. സോ കുട്ടികളെ എല്ലാവരെയും എഡ്യൂക്കേഷന്റെ ഭാഗമാക്കാനുള്ള ശ്രമം നടത്തുവാണ്.
അത് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് യൂണിവേഴ്സലൈസേഷൻ ബൈ 2030 ആണ്. 2030 എത്തുമ്പോഴേക്കും യൂണിവേഴ്സലൈസ് ചെയ്യുക, മീൻസ് എല്ലാ കുട്ടികൾക്കും എഡ്യൂക്കേഷൻ കിട്ടണം. അപ്പോൾ 3 വയസ്സിലും 10ാം ക്ലാസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികളും എഡ്യൂക്കേഷന്റെ ഫ്രെയിംവർക്കിനകത്ത് വരണം എന്നുള്ളതാണ് ടാർഗറ്റ്. അതുവഴി നിലവിൽ സ്കൂൾ എഡ്യൂക്കേഷന്റെ സ്കോപ്പിന് പുറത്ത് നിൽക്കുന്ന 2 കോടിയോളം കുട്ടികളെ കൂടി എഡ്യൂക്കേഷന്റെ ഫ്രെയിംവർക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് NEP ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് കൺസെപ്റ്റ്, യൂണിവേഴ്സലൈസേഷൻ. രണ്ടാമതായിട്ട് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ വിത്ത് ന്യൂ കരിക്കുലർ ആൻഡ് പെഡഗോജിക്കൽ സ്ട്രക്ചർ. സോ വാട്ട് വാസ് മിസ്സിംഗ് ഇൻ അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം വാസ് ആക്ച്വലി നമ്മൾ ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 21A പറയുമ്പോഴും നമ്മൾ പറയുന്നത് എന്താ, അപ്പോൾ 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വേണ്ട ഈ ബേസിക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്നാണ്. പക്ഷെ അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6 വയസ്സിന് മുമ്പുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ്? 6 വയസ്സെന്നുള്ള ഫ്രെയിംവർക്കിന് മുമ്പാണ് കുട്ടികൾ പല വഴിക്കും പോകുന്നത്. എഡ്യൂക്കേഷന്റെ ആ ഫ്രെയിംവർക്കിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന പലപ്പോഴും ഈ 4, 5, 6 ഇടയിൽ വരുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ ആ ഫ്രെയിംവർക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് പലപ്പോഴും സാധിക്കാതെ വരുന്ന ആ ഒരു പോപ്പുലേഷനെയാണ്, അതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ശ്രമത്തോടു കൂടിയാണ് ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡ് കെയർ കൂടി എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് വരുന്നത്. സോ വിത്ത് എംഫസിസ് ഓൺ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, ദി 10+2 സ്ട്രക്ചർ ഓഫ് സ്കൂൾ കരിക്കുലർ to be replaced by 5+3+3+4 curricular structure corresponding to ages 3 to 8. 3 to 8 ആണ് 5, then 8 to 11 സെക്കൻഡ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞ 3. അത് ഏതായിരുന്നു ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? എങ്ങനെയാണ്? ആദ്യത്തെ 5 വർഷം എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ എഡ്യൂക്കേഷൻ ആണ്. അത് കഴിഞ്ഞുള്ള 3 വർഷം പ്രിപ്പറേറ്ററി എഡ്യൂക്കേഷൻ ആണ്. പിന്നീട് വരുന്ന 3 വർഷം മിഡിൽ സ്കൂളാണ്. പിന്നീട് വരുന്ന 4 വർഷം എന്ന് പറയുന്നത് സെക്കൻഡറി സ്കൂളിംഗ് ആണ്. ഈ കൺസെപ്റ്റ് ആണ് വരുന്നത്. സോ യു ക്യാൻ സീ ഇറ്റ് ഹിയർ. ആദ്യത്തെ 5 വർഷം 3 വയസ്സിനും 8 വയസ്സിനും ഇടയുള്ളവർക്ക്, ഓക്കെ, അത് ഫൗണ്ടേഷണൽ. ദെൻ 8 മുതൽ 11 വരെ പ്രിപ്പറേറ്ററി. ദെൻ 11 മുതൽ 14 വരെ മിഡിൽ സ്കൂൾ. അതിനുശേഷം 14നും 18നും ഇടയിലാണ് സെക്കൻഡറി സ്കൂളിംഗ് വരുന്നത്. Then this will bring the hitherto uncovered age group of 3 to 6 years under school curriculum. അതായിരുന്നു നമ്മൾ യഥാർത്ഥത്തിൽ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം. ബിക്കോസ് നമ്മളിപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ പോലും എഡ്യൂക്കേഷന് വേണ്ടി ഒരു പ്രൊവിഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടിരുന്നു. അന്നത് ആർട്ടിക്കിൾ 45ന്റെ ഭാഗമായിട്ട് എഡ്യൂക്കേഷൻ, എലിമെന്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആക്കിയില്ലായിരുന്നു. 2002 അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി മാറുന്നതും ആ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്സാക്കുന്നതൊക്കെ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്സാക്കിയപ്പോഴും നമ്മൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വയസ്സിന് മുമ്പുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരാതിരിക്കാനുള്ള കാരണം ഫിനാൻഷ്യൽ ഇഷ്യൂ തന്നെയാണ്. ഈ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ട ഫണ്ടിങ്ങിന്റെ പോരായ്മകൾ കൊണ്ട് തന്നെയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുന്നത്. ഇപ്പോൾ ആദ്യമായിട്ടാണ് 2020 NEP-യോട് കൂടിയാണ് ഈ ഒരു ഏജ് ഗ്രൂപ്പ്, അതായത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ എന്ന് പറയുന്ന എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, അതുവഴി യൂണിവേഴ്സലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു ആക്ടോട് കൂടി 3 to 6 years അണ്ടർ സ്കൂൾ കരിക്കുലം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, വിച്ച് ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ് ഗ്ലോബലി ആസ് എ ക്രിട്ടിക്കൽ സ്റ്റേജ് ഫോർ ഡെവലപ്മെന്റ് ഓഫ് മെന്റൽ ഫാക്കൽറ്റീസ് ഓഫ് എ സ്റ്റുഡൻറ് ഓർ എ ചൈൽഡ്. ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏജ് എന്ന് പറയുന്നത് ഈ ഒരു ടൈം ഫ്രെയിമാണ്. ആ ടൈം ഫ്രെയിമിൽ എഡ്യൂക്കേഷന്റെ ഭാഗമായി ആകാതിരിക്കുന്നത് പലപ്പോഴും അവരുടെ എഡ്യൂക്കേഷന്റെ ഫ്രെയിംവർക്കിൽ തന്നെ, എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് തന്നെ ബാധിക്കുമെന്ന് പല സ്റ്റഡീസും പറയുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദി ന്യൂ സിസ്റ്റം വിൽ ഹാവ് 12 years of schooling with 3 years of അംഗൻവാടി ഓർ പ്രീ സ്കൂളിംഗ് കൺസെപ്റ്റ്. അങ്ങനെയാണ് വരുന്നത് ടോട്ടൽ. ഓക്കെ, ദെൻ അടുത്തത് അതാണ് സ്കൂളിന്റെ സ്ട്രക്ചർ വരുന്നത്. അടുത്തതായിട്ട് അറ്റൈനിങ് ഫൗണ്ടേഷൻ ലിറ്ററസി ആൻഡ് ന്യൂമറസി. Can say it here. Recognizing foundational literacy and numeracy as an urgent and necessary prerequisite to learning, NEP 2020 calls for setting up national mission on foundational literacy and numeracy by Ministry of HRD. ഏതാണ് Ministry of HRD? Ministry of Education ആണ്. സോ Ministry of Education പുതിയൊരു മിഷൻ ക്രിയേറ്റ് ചെയ്തു. അതാണ് നാഷണൽ മിഷൻ ഓൺ ഫൗണ്ടേഷൻ ലിറ്ററസി ആൻഡ് ന്യൂമറസി. ഇത് ടാർഗറ്റ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ ലിറ്ററസി, ന്യൂമറസി, ബേസിക് കാൽക്കുലേഷൻസ് നടത്താനുള്ള എബിലിറ്റി, അതേപോലെ തന്നെ ബേസിക് എന്താ പറയുക ന്യൂമറസി ലിറ്ററസി സ്കിൽസും അത് ആളുകളിലേക്ക്, അഡൾട്ടായാലും എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള കൺസെപ്റ്റോട് കൂടിയാണ് ഈ ഒരു മിഷൻ വന്നിരിക്കുന്നത്. ഇതിന്റെ ടാർഗറ്റ് 2025. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി അവിടെ കണ്ടതാണ്. 2025 ആകുമ്പോഴേക്കും ഈ പറയുന്ന ന്യൂമറിക്കൽ ഫൗണ്ടേഷൻ ലിറ്ററസിയും ന്യൂമറസിയും ഒക്കെ
ആളുകൾക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കണം. ദെൻ അടുത്തത് റിഫോംസ് ഇൻ സ്കൂൾ കരിക്കുലം ആൻഡ് പെഡഗോജി. പെഡഗോജിയിലും അതേപോലെ തന്നെ സ്കൂൾ കരിക്കുലത്തിലും വന്നിരിക്കുന്ന മാറ്റങ്ങൾ. ആദ്യം ദി സ്കൂൾ കരിക്കുല ആൻഡ് പെഡഗോജി വിൽ എയിം ഫോർ holistic development of learners by equipping them with the 21st century skills, regular reduction in curricular content and enhance essential learning and critical thinking, and greater focus on experiential learning. So education സിസ്റ്റം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലായിക്കൊണ്ട് ഇന്നത്തെ സെഞ്ചുറിക്ക് ആവശ്യമായിട്ടുള്ള ലേണിംഗ് സ്കിൽസ് കുട്ടികളിലേക്ക് എത്തിക്കണം. അവിടെയാണ് കോഡിംഗ് പോലുള്ള സബ്ജക്റ്റുകൾ, അതേപോലെ ന്യൂ ജനറേഷൻ കോഴ്സുകൾക്കൊക്കെ വളരെയധികം പ്രാധാന്യം വരുന്നത്. അത്തരം കോഴ്സുകളും അത്തരം കണ്ടന്റുകളും എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് വരണം. അതുവഴി ക്രിട്ടിക്കൽ തിങ്കിങ്ങിനും അതേപോലെ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിനും ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കുട്ടികളിലേക്ക് കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കൺസെപ്റ്റ്. ദെൻ എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ് വിൽ ഹാവ് ഇൻക്രീസ്ഡ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ചോയ്സ് ഓഫ് സബ്ജക്ട്സ്. ഒരു റിജിഡ് കരിക്കുലത്തിൽ നിന്ന് മാറിക്കൊണ്ട് കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അവർക്ക് തന്നെ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാവുന്ന, ഇലക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു കരിക്കുലമാണ് പ്രൊവൈഡ് ചെയ്യുക. ഫ്ലെക്സിബിലിറ്റി വിൽ ബി ദർ. So there will be no rigid separation between arts and science. അതാണ് ഞാൻ പറഞ്ഞത്. ആർട്സ് സയൻസ് സബ്ജക്റ്റുകൾ തമ്മിലുള്ള ഒരു റിജിഡ് ഡിവിഷൻ ഇവിടെ ഇല്ലാതാവുകയാണ്, ഫ്ലെക്സിബിലിറ്റി വരുവാണ്. ദേ ക്യാൻ മിക്സ്. ചില സബ്ജക്റ്റുകൾ ആർട്സിലെയും ചില സബ്ജക്റ്റുകൾ സയൻസിനെയും ബേസ് ചെയ്തുകൊണ്ടൊക്കെ അവർക്ക് പഠിക്കാൻ സാധിക്കും. സോ ബിറ്റ്വീൻ കരിക്കുലം ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ബിറ്റ്വീൻ വൊക്കേഷണൽ ആൻഡ് അക്കാഡമിക് സ്ട്രീംസ്. സോ ഇത്തരത്തിലുള്ള ഡിവിഷൻസ്, ഇങ്ങനെയുള്ള റിജിഡ് സെപ്പറേഷൻസ് ഇതോടുകൂടി ഇല്ലാതാവുകയും ഇതൊരു ബ്ലെൻഡ് ആയിട്ട്, ഒരു മിക്സ്ചർ ആയിട്ട് മാറാനുള്ള ശ്രമവുമാണ് നടത്തുന്നത്. സോ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ വിൽ സ്റ്റാർട്ട് ഇൻ സ്കൂൾസ് ഫ്രം ദി 6th grade ആൻഡ് വിൽ ഇൻക്ലൂഡ് ഇന്റേൺഷിപ്സ്. 6ാം ക്ലാസ് മുതൽ തന്നെ വൊക്കേഷണൽ എഡ്യൂക്കേഷനും അതേപോലെ കോഡിംഗ് പോലുള്ള സ്കീമുകളൊക്കെ നമ്മൾ പറഞ്ഞു, അതെല്ലാം കൊണ്ടുവരുവാണ്. അതുവഴി ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുവാണ്. ചെറിയ ക്ലാസ് മുതൽ 10 ദിവസത്തെ ബാഗ്ലെസ് ഡേയ്സ് വേണമെന്ന് പറഞ്ഞില്ലേ, അത് ഇന്റേൺഷിപ്പ്, ഒരു നോൺ ഫോർമൽ ഇന്റേൺഷിപ്പ് കൺസെപ്റ്റ് ആണ് പറയുന്നത്. Then multilingualism and the power of language. See, the policy has emphasized mother tongue or local language or regional language as the medium of instruction, at least till grade 5, but preferably till grade 8 and beyond. മിനിമം 5ാം ക്ലാസ് വരെയെങ്കിലും ഇൻസ്ട്രക്ഷൻ അവരുടെ ലോക്കൽ ലാംഗ്വേജ് തന്നെ ആയിരിക്കണം. അത് കഴിഞ്ഞ് 8ാം ക്ലാസ് വരെ ദേ ക്യാൻ ഫോളോ ദെയർ ലോക്കൽ ലാംഗ്വേജ്. അത് കഴിഞ്ഞാൽ ഇപ്പൊ 8ന് മുകളിലായാലും കൂടുതലും ലോക്കൽ ലാംഗ്വേജിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു കൺസെപ്റ്റിന്റെ ഭാഗമായിട്ട്, പോളിസിയുടെ ഭാഗമായിട്ട് തന്നെ പറയുന്നുണ്ട്. സാൻസ്ക്രിറ്റ് ടു ബി ഓഫേർഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് സ്കൂൾ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ആസ് ആൻ ഓപ്ഷൻ ഫോർ സ്റ്റുഡൻസ്, ഇൻക്ലൂഡിംഗ് ഇൻ ദി 3 ലാംഗ്വേജ് ഫോർമുല. സോ 3 ലാംഗ്വേജ് ഫോർമുല കണ്ടിന്യൂ ചെയ്യുകയാണ്. അതിന്റെ ഭാഗമായിട്ട് സയൻസും ലാംഗ്വേജും ഇനി അവൈലബിൾ ആയിരിക്കും. അതർ ക്ലാസിക്കൽ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചേഴ്സ് ഓഫ് ഇന്ത്യ also to be available as options. മറ്റ് ക്ലാസിക്കൽ ലാംഗ്വേജും അതേപോലെ ലിറ്ററേച്ചേഴ്സും ഒക്കെ അവൈലബിൾ ആയിരിക്കും. നോ ലാംഗ്വേജ് വിൽ ബി ഇമ്പോസ്ഡ് ഓൺ എനി സ്റ്റുഡൻറ്. അടുത്തൊരു കൺസെപ്റ്റ് ആണ് മസ്റ്റ് ലേൺ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാവില്ല. ലാംഗ്വേജ് ഇമ്പോസിഷൻ വിൽ നോട്ട് ബി ദെയർ. അതാണ് അടുത്തൊരു ഫീച്ചർ. ദെൻ equitable and inclusive education. Next feature, NEP 2020 aims to ensure that no child lose any opportunity to learn and excel because of the circumstances of birth or background. അതായത് ഇക്വിറ്റബിൾ ആകുക, എല്ലാവർക്കും. ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവർക്കും എഡ്യൂക്കേഷൻ കിട്ടണം. ആൻഡ് ഇക്വിറ്റബിൾ, ഒരേ ക്വാളിറ്റിയിലുള്ള എഡ്യൂക്കേഷൻ കിട്ടണം. ആ ഒരു കൺസെപ്റ്റ് പ്ലാൻ ചെയ്തുകൊണ്ട് NEP എന്താ പറയുന്നത്, ഇറ്റ് എയിംസ് ടു എൻഷുർ ദാറ്റ് നോ ചൈൽഡ് loses any opportunity to learn and excel because of their circumstances of birth or background. അവരുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ടോ അവർ ജനിച്ച സ്ഥലം കൊണ്ടോ അവർക്കൊരു എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി ഇല്ലാതാവരുത് എന്നുള്ളത് ടാർഗറ്റ് ചെയ്യുക. ദെൻ സ്പെഷ്യൽ എംഫസിസ് വിൽ ബി ഗിവൺ ഓൺ സോഷ്യലി ആൻഡ് ഇക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജസ് ഗ്രൂപ്പ് വിച്ച് ഇൻക്ലൂഡ് ജെൻഡർ, സോഷ്യോ കൾച്ചറൽ ആൻഡ് ജിയോഗ്രഫിക്കൽ ഐഡന്റിറ്റീസ് ആൻഡ് ഡിസബിലിറ്റീസ്. ഇങ്ങനെയുള്ള ബാക്കിലേക്ക് തള്ളപ്പെട്ട ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടാവും. ലൈക്ക് എക്കണോമിക്കലി ആൻഡ് സോഷ്യലി ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പ്സിനെ, അതിൽ ജെൻഡർ ഡിസ്പാരിറ്റി ആകാം, സോഷ്യോ കൾച്ചറൽ ഇഷ്യൂസ് ആകാം, അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ഐഡന്റിറ്റീസോ ഡിസബിലിറ്റീസോ വെച്ചുകൊണ്ട് മെയിൻ ഫ്രെയിമിന് പുറകിലായി പോയ ആളുകളാകാം. അവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമവും ഈ പോളിസിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ദെൻ അടുത്തത് റോബസ്റ്റ് ടീച്ചർ റിക്രൂട്ട്മെന്റ് ആൻഡ് കരിയർ പാത്ത്. ദെൻ നെക്സ്റ്റ് ഫീച്ചർ ഈസ് ടീച്ചർ റിക്രൂട്ട്മെന്റ്, അതേപോലെ കരിയർ പാത്തിന് കൂടുതൽ റോബസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ ടീച്ചേഴ്സ് വിൽ ബി റിക്രൂട്ടഡ് ത്രൂ റോബസ്റ്റ് ആൻഡ് ട്രാൻസ്പെറന്റ് പ്രോസസ്. Okay, promotion will be merit based.
with a mechanism for multi-source periodic performance appraisal and available progression paths to become educational administrators or teacher educators. So, ടീച്ചറിന്റെ ഗ്രേഡിംഗ് സിസ്റ്റം, there will be a merit based system. ആ മെറിറ്റ് ബേസ്ഡ് സിസ്റ്റം വഴി പ്രൊമോഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതേപോലെ പീരിയോഡിക് പെർഫോമൻസ് അപ്രൈസൽ കണ്ടക്ട് ചെയ്യുന്നു. അവരുടെ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ അതുവഴി എൻഷുർ ചെയ്യാൻ ഒരു പ്രോപ്പർ മെക്കാനിസം അവിടെ ഉണ്ടാവും. ദെൻ എ കോമൺ നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ടീച്ചേഴ്സ് will be developed by the National Council for Teacher Education by 2022 in consultation with NCRT, SCRTs, teachers and expert organization with from across levels and regions. പുതിയൊരു സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യണം ടീച്ചേഴ്സിന് വേണ്ടി. നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ടീച്ചർ, NPST. സോ NPST എന്താണെന്ന് ഓർത്തേക്കുക. ടീച്ചേഴ്സിന് വേണ്ടിയുള്ള ഒരു സ്റ്റാൻഡേർഡാണ് സെറ്റപ്പ് ചെയ്യുന്നത്. എന്താണ്, ആരാണ്? നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, അവർ ഇൻ കൺസൾട്ടേഷൻ വിത്ത് NCRT, SCRT, ടീച്ചേഴ്സ് ആൻഡ് എക്സ്പെർട്ട് ഓർഗനൈസേഷൻ, ഇവരൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ടീച്ചേഴ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ അടുത്തത് സ്കൂൾ ഗവർണൻസ്. സ്കൂൾ ഗവർണൻസിലേക്ക് വരുമ്പോൾ, schools can be organized into complexes or clusters, which will be the basic unit of governance and ensure availability of all resources, including infrastructure, academic libraries, a strong professional teacher community. So, school governance ഒരു മെക്കാനിസം, ഇതൊരു ഏറ്റവും ബേസിക് ലെവൽ എഡ്യൂക്കേഷൻ ഫ്രെയിംവർക്ക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. So, it will be organized into complexes or clusters, which will be the basic unit of governance and ensure availability of all resources, including infrastructure. ആ ഒരു ക്ലസ്റ്ററിനകത്ത് തന്നെ ഇപ്പോൾ ചെറിയൊരു ഏരിയ, ആ ഏരിയയിൽ വരുന്ന സ്കൂളുകളെല്ലാം ഒരുമിച്ചെടുക്കുന്നു. അതിനെ വെച്ചുകൊണ്ടൊരു ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ക്ലസ്റ്ററിനകത്ത് തന്നെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം, അല്ലെങ്കിൽ ലൈബ്രറി ഫെസിലിറ്റി, അതേപോലെ പ്രൊഫഷണൽ ടീച്ചർ കമ്മ്യൂണിറ്റി ഒക്കെ അതിനകത്ത് വരുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യുകയും ചെയ്യും. അത്തരത്തിൽ എല്ലാ കുട്ടികളിലേക്കും എത്തിക്കണം. ആ ഇക്വിറ്റി കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ്, അതിനുവേണ്ടിയാണ് ഇത്തരം ക്ലസ്റ്റേഴ്സ് രൂപീകരിക്കുന്നത്. Then standard setting and accreditation for school education. NEP 2020 envisages clear separate system for policy making, regulation, operations and academic matters. So separate ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ പോളിസി മേക്കിങ്ങിനായാലും റെഗുലേഷന് വേണ്ടി മറ്റു ബോഡി, അതേപോലെ അക്കാഡമിക് മാറ്റേഴ്സ് കൈകാര്യം ചെയ്യാൻ വേണ്ടി മറ്റു ബോഡി, അങ്ങനെ കൃത്യമായിട്ടുള്ള ഡിവിഷൻസ് ഉണ്ടായിരിക്കുമെന്നാണ് NEP പറയുന്നത്. സോ സ്റ്റേറ്റ്സ് ഓർ യൂണിയൻ ടെറിട്ടറീസ് വിൽ സെറ്റ് അപ്പ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ് അതോറിറ്റി. ഓരോ സ്റ്റേറ്റുകളിലും അവരുടേതായ സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ് അതോറിറ്റീസ് ഉണ്ടാവും. SSSA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ്സ് അതോറിറ്റിയാണ്. അത് ആ സ്റ്റേറ്റിനകത്തെ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിക്കകത്തെ എഡ്യൂക്കേഷൻ്റെ സ്റ്റാൻഡേർഡ് കൃത്യമായിട്ടുണ്ട് എന്ന് മോണിറ്റർ ചെയ്യുന്ന ബോഡിയായിട്ട് ആക്ട് ചെയ്യും. ട്രാൻസ്പെറൻറ്റ് പബ്ലിക് സെൽഫ് ഡിസ്ക്ലോഷർ ഓഫ് ഓൾ ദി ബേസിക് റെഗുലേറ്ററി ഇൻഫർമേഷൻ as laid down by the SSSA will be used extensively for public oversight and accountability. So, ഇവർ കണ്ടെത്തുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട്, സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും പബ്ലിക്കിന് അവൈലബിൾ ആയിരിക്കും. സോ ആ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒരു കൃത്യമായിട്ട് അവിടെ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പബ്ലിക്കിന് ആക്സസ് ചെയ്യാവുന്ന രീതിയിലായിരിക്കും ക്രിയേറ്റ് ചെയ്യുക. ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യാനാണ്. ദെൻ SCRT will develop a school quality assessment and accreditation framework. അടുത്തൊരു ബോഡിയാണ് SCRT ക്രിയേറ്റ് ചെയ്യുന്ന സ്കൂൾ ക്വാളിറ്റി അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ ഫ്രെയിംവർക്ക്, SQAAF, ത്രൂ കൺസൾട്ടേഷൻ വിത്ത് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്കൂൾ ക്വാളിറ്റി അക്രഡിറ്റേഷന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതാണ് SQAAF. ഓക്കെ, ദെൻ ഇത്രയുമാണ് സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട മേജർ റിഫോംസ്. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞു പോവുകയാണെങ്കിൽ, ആദ്യം നമ്മൾ പറഞ്ഞത് യൂണിവേഴ്സലൈസേഷൻ ആണ്. 2030 ആകുമ്പോഴേക്കും 100% എന്നുള്ളതാണ് ടാർഗറ്റ്. ദെൻ എയർലി ചൈൽഡ്ഹുഡ് കെയർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, പെഡഗോജിക്കൽ സ്ട്രക്ചർ മാറുന്നു, കരിക്കുലർ സ്ട്രക്ചർ മാറുന്നു. ദെൻ ഫൗണ്ടേഷൻ ലിറ്ററസി ആൻഡ് ന്യൂമറസി, അത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. 2025 ടാർഗറ്റ് ആയിട്ട് പറയുന്നത്. റിഫോംസ് ഇൻ സ്കൂൾ കരിക്കുലർ ആൻഡ് പെഡഗോജിയിലും കരിക്കുലർ സ്ട്രക്ചറിലും ഒക്കെ മാറ്റങ്ങൾ വരുന്നു. ഫ്ലെക്സിബിലിറ്റി വരുന്നു, പുതിയ ന്യൂ കോഴ്സസ് വരുന്നു, എക്സ്ട്രാ കരിക്കുലർ ആൻഡ് വൊക്കേഷണൽ സ്ട്രീംസ് ഒക്കെ ഇതുവഴി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. മൾട്ടി ലിംഗ്വിസം ആൻഡ് പവർ ഓഫ് ലാംഗ്വേജ്, 3 ലാംഗ്വേജ് ഫോർമുല തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ് ടു സ്റ്റാൻഡേർഡ് ഗ്രേഡ് 8 വരെ വെർണാക്കുലർ ലാംഗ്വേജ് തന്നെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് ഫോളോ ചെയ്യണമെന്നാണ് സജസ്റ്റ് ചെയ്യുന്നത്. ദെൻ ഇക്വിറ്റബിൾ ആൻഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ,
എല്ലാവരിലേക്കും എത്തണം, സോഷ്യലി ആൻഡ് ഇക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പിലേക്കൊക്കെ ഈ പറയുന്ന എഡ്യൂക്കേഷൻ എത്തണം. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ പോളിസിയുടെ ഭാഗമായിട്ടുണ്ടാവും. ദെൻ ടീച്ചർ റിക്രൂട്ട്മെന്റ് ആൻഡ് കരിയർ പാത്ത് കൃത്യമായിട്ട് അതിനൊരു ഇതുണ്ടാവും, മീൻസ് സ്ട്രക്ചർ ഉണ്ടാവും. അതുവഴിയായിരിക്കും ടീച്ചറുടെ റിക്രൂട്ട്മെന്റ് ആയാലും ടീച്ചറുടെ മെറിറ്റ് ബേസ്ഡ് പ്രൊമോഷൻസ് ആയാലും ഇതിലെല്ലാം കൃത്യമായിട്ട് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ദെൻ സ്കൂൾ ഗവേണൻസ് അത് ക്ലസ്റ്റേഴ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതുവഴി എല്ലാ സ്കൂളുകളിലും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും അക്കാഡമിക് ലൈബ്രറീസും പ്രൊഫഷണൽ ടീച്ചർ കമ്മ്യൂണിറ്റിയും ഒക്കെ അവൈലബിൾ ആണെന്ന് എൻഷുർ ചെയ്യുന്നു. ദെൻ സ്റ്റാൻഡേർഡ് സെറ്റിങ്ങിന് വേണ്ടി, സ്കൂൾ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ് സെറ്റിങ്ങിന് വേണ്ടി സ്പെഷ്യൽ ബോഡീസ് ലൈക്ക് എന്താണ് സംഭവിക്കുന്നത്, സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ് അതോറിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. അതുകൂടാതെ SCRT സ്കൂൾ ക്വാളിറ്റി അസസ്മെന്റ് അക്രഡിറ്റേഷൻ ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ അതിനുള്ള മാറ്റങ്ങളാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട മേജർ ചേഞ്ചസ്. എനി ഡൗട്ട്സ്? സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ക്ലിയർ ആണോ? Please tell me, is it clear? Yes, sir. Okay. Now, let's move on. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട മേജർ റിഫോംസ്. സോ ഫസ്റ്റ് മേജർ തിങ് എന്ന് പറയുന്നത് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ 2035 ആകുമ്പോഴേക്കും 50%, 50%-ത്തിലേക്കെങ്കിലും ഉയർത്താം. സോ ഇൻക്രീസ് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ടു 50% ബൈ 2035. സോ നിലവിൽ അത് 26.3 ആണ്. അതിനെ 50% നമുക്ക് ഉയർത്താൻ സാധിക്കണമെന്നാണ് പറയുന്നത്. NEP 2020 aims to increase the gross enrollment ratio in higher education, including vocational education, from 26.3%, that was in 2018, to 50% by 2035. അതായത് നിലവിൽ ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുന്ന സ്റ്റുഡൻസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഏതാണ്ട് 26.3% ആണ് 2018 കണക്ക് പ്രകാരം. അത് 2035 ആകുമ്പോഴേക്കും 50% കുട്ടികൾ ഹയർ എഡ്യൂക്കേഷനിലേക്ക് ജോയിൻ ചെയ്യണം. So that actually means 3.5 crore new seats will be added. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് 3.5 കോടി പുതിയ സീറ്റ്സ് വരണം. ഓക്കെ. Then holistic multidisciplinary education. The policy envisages broad-based multidisciplinary holistic undergraduate education with flexible curricula, creative combinations of subjects, integration of vocational education, and multiple entry and exit points with appropriate certification. So ഹയർ എഡ്യൂക്കേഷനിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വരുവാണ്. ഫ്ലെക്സിബിൾ കരിക്കുലാണ്. അതേപോലെ ക്രിയേറ്റീവ് സബ്ജക്ട്സ് കോമ്പിനേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇലക്റ്റീവ്സ് എന്ന് പറയുന്നത് പോലെ സബ്ജക്റ്റുകളെ ഫ്ലെക്സിബിൾ ആയിട്ട് മിക്സ് ചെയ്യാൻ സാധിക്കും. ഇന്റഗ്രേഷൻ ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് ഓപ്ഷൻസ്. എൻട്രി ആൻഡ് എക്സിറ്റ്, പലയിടത്ത് എൻട്രി ചെയ്യാം, പലയിടത്ത് എക്സിറ്റ് ചെയ്യാം. പല കോഴ്സുകളും ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് അതിന്റെ പോയിന്റ് നമുക്ക് നമ്മുടെ കയ്യിലുണ്ടാവും, കോഴ്സ് പോയിന്റ്സ്. അത് വെച്ചുകൊണ്ട് ഗ്രേഡ് പോയിന്റ്സ് വെച്ചുകൊണ്ട് നമുക്ക് മറ്റ് കോഴ്സുകൾ ജോയിൻ ചെയ്യാം. അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഇതിന്റെ ഭാഗമായിട്ട് വരും. Then UG education can be of 3 or 4 years with multiple exit options and appropriate certification within this period. അതായത് എവിടെ വെച്ച് എക്സിറ്റ് ചെയ്യുന്നു ആ ടൈം വരെയുള്ള സർട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. ഓക്കെ. അതേപോലെ ഇൻ ബിറ്റ്വീൻ എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, സർട്ടിഫിക്കറ്റ് ആഫ്റ്റർ 1 year, അഡ്വാൻസ് ഡിപ്ലോമ ആഫ്റ്റർ 2 year, ബാച്ചിലേഴ്സ് ഡിഗ്രി ആഫ്റ്റർ 3 years, ആൻഡ് ബാച്ചിലേഴ്സ് വിത്ത് റിസർച്ച് ആഫ്റ്റർ 4 years. അതാണ് കൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. സോ ഇത്രയും ഡിഫറെന്റ് സർട്ടിഫിക്കേഷൻസ് അതിനിടയിൽ വെച്ച് എക്സിറ്റ് ചെയ്യുന്ന പോയിന്റിലെല്ലാം തന്നെ സർട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. 1 year എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ആഫ്റ്റർ 1 year. Then 2 years ആണ് എക്സിറ്റ് ചെയ്യുന്നതെങ്കിൽ അഡ്വാൻസ് ഡിപ്ലോമ ആഫ്റ്റർ 2 year. Then 3 year ആണെങ്കിൽ ദാറ്റ് ഈസ് ബാച്ചിലേഴ്സ് ഡിഗ്രി, ആൻഡ് 4 year ആണെങ്കിൽ ബാച്ചിലേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള കൺസെപ്റ്റ് ആണ് വരുന്നത്. Then റെഗുലേറ്ററി ബോഡീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അപ്പെക്സ് റെഗുലേറ്ററി ബോഡി ആയിട്ട് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വിൽ ബി സെറ്റ് അപ്പ് ആസ് എ സിംഗിൾ ഓവർആർച്ചിങ് അംബ്രല്ല ബോഡി ഫോർ ദി എൻറ്റയർ ഹയർ എഡ്യൂക്കേഷൻ എക്സ്ക്ലൂഡിംഗ് മെഡിക്കൽ ആൻഡ് ലീഗൽ എഡ്യൂക്കേഷൻ. സോ നിലവിലുള്ള മെഡിക്കൽ ആൻഡ് ലീഗൽ എഡ്യൂക്കേഷൻ മാറ്റി നിർത്തി കഴിഞ്ഞ എൻറ്റയർ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ സ്ട്രക്ചറും ഈ പറയുന്ന ഒരു ബോഡിയുടെ കീഴിലേക്ക് മാറും. ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയിരിക്കും
അതിൻ്റെ അപ്പെക്സ് ബോഡി ആയിട്ട് വരുന്നത്. HECA to have 4 independent verticals. സോ ഈ പറയുന്ന HECAയുടെ കീഴിലും 4 വെർട്ടിക്കൽസ് ഉണ്ടാവും. ഹയർ എഡ്യൂക്കേഷൻ, നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിൽ, all these are very very important. National Higher Education Regulatory Council for regulation. Second, General Educational Council for standard setting. Third, Higher Education Grants Council for funding. ഫണ്ടിങ്ങിന് വേണ്ടിയുള്ള ബോഡിയായിട്ട് ഹയർ എഡ്യൂക്കേഷൻ ഗ്രാൻസ് കൗൺസിൽ ആയിരിക്കും. ആൻഡ് നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ ഫോർ അക്രഡിറ്റേഷൻ. നിലവിലുള്ള നാക്കിനെ NAAC നാക്കിനെ മാറ്റിക്കൊണ്ട് NAC വരുന്നു. അതേപോലെ നിലവിലുള്ള UGCക്ക് പകരമായിട്ട് എന്ത് വരും? HEGC വരും. ദാറ്റ് ഈസ് ഹയർ എഡ്യൂക്കേഷൻ ഗ്രാൻസ് കൗൺസിൽ. ഓക്കെ, ദെൻ അക്രഡിറ്റേഷന് വേണ്ടി വരുന്നത് റെഗുലേഷന് വേണ്ടി നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിലും ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ സ്റ്റാൻഡേർഡ് സെറ്റിങ്ങിന് വേണ്ടി ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ വരുന്നു. സോ നിലവിലുള്ള AICTE, അതേപോലെ UGC, അതേപോലെ NAC ഇങ്ങനെയുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും പകരം ഒറ്റ ബോഡിയായിട്ട് HECA വരും. അതിൻ്റെ ഡിഫറെൻറ്റ് വെർട്ടിക്കൽസ് ആയിട്ടായിരിക്കും ഈ പറയുന്ന ഓരോ ബോഡീസും ആക്ട് ചെയ്യുന്നത്. സോ 4 ഇൻഡിപെൻഡൻറ്റ് വെർട്ടിക്കൽസ് ആണ് HECAയുടെ കീഴിൽ വരിക. ഒന്ന് നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിൽ, അത് റെഗുലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. രണ്ടാമതായിട്ട് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ, ദാറ്റ് ഈസ് ഫോർ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്. മൂന്നാമതായിട്ട് ഹയർ എഡ്യൂക്കേഷൻ ഗ്രാൻസ് കൗൺസിൽ, ദാറ്റ് ഈസ് ഫോർ ഫണ്ടിങ്. ആൻഡ് നാലാമതായിട്ട് നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ ഫോർ അക്രഡിറ്റേഷൻ. Then HECA will function through faceless intervention through technology and will have powers to penalize higher education institutions not conforming to the norms and standards. അതായത് ഇന്റർവെൻഷനുള്ള പവർ എല്ലാം HECA ടെക്നോളജി സപ്പോർട്ടോട് കൂടിയായിരിക്കും ഹയർ എഡ്യൂക്കേഷന്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. അതിനകത്ത് ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സും റെഗുലേഷൻസും ഒന്നും ഫോളോ ചെയ്യാത്ത ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പീനലൈസ് ചെയ്യാനുള്ള പവറും നോം സെറ്റിങ്ങിനും അതേപോലെ സ്റ്റാൻഡേർഡ് സെറ്റിങ്ങിനുള്ള പവറൊക്കെ HECAക്ക് ഉണ്ട്. അത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ പണിഷ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പവറും HECAക്ക് ഉണ്ടാവും. Then public and private higher education institutions will be governed by the same set of norms and regulations, accreditation and academic standards. So whether it is public or private, ഇതെല്ലാത്തിനും ഒരേ സെറ്റ് ഓഫ് അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും സെറ്റ് ചെയ്യുക. അതേപോലെ റെഗുലേഷൻസ് ആയാലും അക്രഡിറ്റേഷൻ ആയാലും ഇവയെല്ലാം ഒരേ രീതിയിലായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ rationalized institutional architecture. So higher education institutions will be transformed into large, well-resourced, vibrant, multidisciplinary institutions providing high-quality teaching, research, and community engagement. So higher education institutions മൊത്തത്തിൽ മാറ്റിയെടുക്കാവുന്ന ഒരു ശ്രമം ഉണ്ട്. സോ ലാർജ് സ്കെയിലുള്ള എൻറ്റിറ്റീസ് ആയിട്ട് മാറ്റുക, റിസോഴ്സ് സഫീഷ്യൻ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ വളർത്തിക്കൊണ്ടിരിക. അതിനുവേണ്ടി ക്വാളിറ്റി ടീച്ചിങ്ങും അതേപോലെ റിസർച്ച് പ്രൊമോഷനും ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ശ്രമമുണ്ട്. Then the definition of university will allow a spectrum of institutions that range from research intensive universities to teaching intensive universities and autonomous degree granting colleges. So യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഡെഫിനിഷൻ മാറുവാണ്. യൂണിവേഴ്സിറ്റീസ് തന്നെ 3 രീതിയിലാകാം, പല രീതിയിലാകാം. അതിൽ 3 ലെവലാണ് പറയുന്നത്. ഒന്ന് റിസർച്ച് ഇന്റൻസീവ് യൂണിവേഴ്സിറ്റീസ്, കോർ ഏരിയ എന്ന് പറയുന്നത് റിസർച്ച് പ്രൊമോഷൻ ആയിരിക്കും. അതേപോലെ ടീച്ചിങ് ഇന്റൻസീവ് യൂണിവേഴ്സിറ്റീസ്, അതുകൂടാതെ ഓട്ടോണമസ് ഡിഗ്രി ഗ്രാൻഡിങ് കോളേജസ്, ഇവയെല്ലാം യൂണിവേഴ്സിറ്റി ഫ്രെയിംവർക്കിന്റെ കീഴിൽ തന്നെ വരുന്ന രീതിയിലായിരിക്കും പുതിയ ഫ്രെയിംവർക്ക് വരുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി മേജർ പ്രൊവിഷൻസ് വിത്ത് റിഗാർഡ് ടു ഹയർ എഡ്യൂക്കേഷൻ. ഓക്കെ, സോ ഇൻക്രീസ് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ, ദെൻ മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ കൺസെപ്റ്റ് വരുന്നു. റെഗുലേറ്ററി ബോഡി ആയിട്ട് ആരാ വരുന്നത്? HECA വരുന്നു. അതിന്റെ 4 വെർട്ടിക്കൽസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പിന്നീട് നമ്മൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആർക്കിടെക്ചറിലുള്ള ചേഞ്ചസിനെ പറ്റി പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഓക്കെ, നൗ ഇനി മറ്റ് മേജർ പ്രൊവിഷൻസ്. സോ സ്കൂൾ എഡ്യൂക്കേഷനും ഹയർ എഡ്യൂക്കേഷനും പറയുകയാണെങ്കിൽ ഇനി പറയുന്ന മറ്റ് മേജർ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് കാണാം. ആദ്യം, മോട്ടിവേറ്റഡ്, എനർജൈസ്ഡ് ആൻഡ് capable faculty. NEP makes recommendations for motivating, energizing, and building capacity of faculty through clearly defined, independent, transparent recruitment and freedom to design curricula pedagogy, incentivizing excellence, movement into institutional leadership. So teachers motivate ചെയ്യാം.
അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതെല്ലാം ഫ്രെയിംവർക്കിന്റെ ഭാഗമായിട്ട് വരണം. ലൈക്ക് ഗോൾസ് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുക, ഇൻഡിപെൻഡൻസി, സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം കൊടുക്കുക, ദെൻ ട്രാൻസ്പെറൻറ്റ് റിക്രൂട്ട്മെന്റ് പോളിസീസ് ഒക്കെ ട്രാൻസ്പെറൻറ്റ് ആക്കുക, ഫ്രീഡം ടു ഡിസൈൻ കരിക്കുല ആൻഡ് പെഡഗോജി ഡിസൈൻ ചെയ്ത ഒരു കരിക്കുല ഡിസൈൻ ചെയ്യുന്നതിനൊക്കെ കൂടുതൽ ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഇൻസെന്റിവൈസിങ് എക്സലൻസ് പ്രൊവൈഡ് കാണിക്കുന്ന ടീച്ചേഴ്സിനെ ഇൻസെന്റിവൈസ് ചെയ്യുക. അങ്ങനെ ഓവറോൾ ഫാക്കൽറ്റി കേപ്പബിലിറ്റിയും അതേപോലെ അവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. ഫാക്കൽറ്റി നോട്ട് ഡെലിവറിങ് ഓൺ ദി ബേസിക് നോംസ് വിൽ ബി ഹെൽഡ് അക്കൗണ്ടബിൾ. ബേസിക് നോംസ് ഫോളോ ചെയ്യാത്ത ഫാക്കൽറ്റീസ് അവരുടെ കുറ്റമായിട്ട് തന്നെ കരുതും. അത് ഹയർ എഡ്യൂക്കേഷനിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ teacher education, a new and comprehensive national education framework for teacher education, that is NCFTE 2021, will be formulated by NCTE in consultation with NCRT. So പുതിയൊരു ഫ്രെയിംവർക്ക് വരുവാണ്. ആ ഫ്രെയിംവർക്കിന്റെ പേരാണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. ടീച്ചർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട പുതിയ ഫ്രെയിംവർക്കാണ്. ബൈ 2030 the minimum degree qualification for teaching will be a 4-year integrated B.Ed degree. 2030 ആകുമ്പോഴേക്കും ഒരു 4-year integrated B.Ed ഡിഗ്രിയാണ് ടീച്ചിങ്ങിനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ട് മാറാൻ പോകുന്നത്. ദെൻ stringent action will be taken against substandard stand-alone teacher education institutions. സോ ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്റ്റാൻഡ് ആയിട്ടുള്ള ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, സബ്സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ, അവർക്കെതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് കൊടുക്കും എന്നൊക്കെ പോളിസി തന്നെ ഇവർക്ക് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബിക്കോസ് ടീച്ചറുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഓവറോൾ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അത് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതിനെ വെച്ചുകൊണ്ടാണ് ഇത്തരം ടീച്ചർ എഡ്യൂക്കേഷനിലും ടീച്ചർ എക്സലൻസിലും ഒക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ദെൻ മെന്ററിംഗ് മിഷൻ, എ നാഷണൽ മിഷൻ ഫോർ മെന്ററിംഗ് വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് എ large pool of outstanding senior retired faculty, including those with an ability to teach in Indian languages, who would be willing to provide short and long-term mentoring, professional support to university college teachers. So mentoring system ടീച്ചേഴ്സിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിട്ടയർഡ് സീനിയർ ഫാക്കൽറ്റീസിനെ വെച്ചുകൊണ്ടായിരിക്കും ഇത്തരം മെന്ററിംഗ് സിസ്റ്റം ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റീസ് കോളേജ് ടീച്ചേഴ്സിന് വേണ്ട മെന്ററിംഗ് സപ്പോർട്ടായിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. Then financial support for students. Efforts will be made to incentivize and the merit of students belonging to SC, ST, OBC and other social or economically disadvantaged groups. The national scholarship portal will be expanded to support, foster and track the progress of students receiving scholarship. സ്കോളർഷിപ്പ് കിട്ടുന്ന കുട്ടികളുടെ പ്രോഗ്രസ് എങ്ങനെയുണ്ട് അത് ട്രാക്ക് ചെയ്യുന്നത്. അതെങ്ങനെയുണ്ടെന്നുള്ളത് ഓരോ ടൈമിലും ട്രാക്ക് ചെയ്യാൻ വേണ്ടി നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽസ് യൂസ് ചെയ്യും. ദെൻ പ്രൈവറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിൽ ബി എൻകറേജ് ടു ഓഫർ ലാർജർ നമ്പർ ഓഫ് ഫ്രീ ഷിപ്സ് ആൻഡ് സ്കോളർഷിപ്സ് ടു ദെയർ സ്റ്റുഡൻസ്. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടുതൽ ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, അതാണ് ഫ്രീ ഷിപ്സ് അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കൺസെപ്റ്റ്. ആ കൺസെപ്റ്റ് കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അവരെ എൻകറേജ് ചെയ്യും. അങ്ങനെയൊക്കെ ഈ സ്കീമിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. ദെൻ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, ഓൾ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ വിൽ ബി ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. സ്റ്റാൻഡ്-അലോൺ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റീസ്, ഹെൽത്ത് സയൻസ് യൂണിവേഴ്സിറ്റീസ്, ലീഗൽ ആൻഡ് ആർക്കിടെക്ചറൽ യൂണിവേഴ്സിറ്റീസ് എക്സെട്ര വിൽ എയിം ടു ബിക്കം മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ ഇങ്ങനെയുള്ള പല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഈ യൂണിവേഴ്സിറ്റീസിനെ മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്കി മാറ്റാനുള്ള ശ്രമം നടത്തും. അപ്പോൾ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ പല രീതിയിലുള്ള സബ്ജക്ട്സ് ഓഫർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്കി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. ഇത് പ്രൊഫഷണൽ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടുള്ള ചേഞ്ച് ആണ്. ദെൻ അഡൾട്ട് എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ എയിംസ് ടു അച്ചീവ് 100% യൂത്ത് ആൻഡ് അഡൾട്ട് ലിറ്ററസി. ലിറ്ററസി 100%ലേക്ക് എത്തിക്കുക എന്നുള്ളതിന്റെ ടാർഗറ്റ് ആണ്. അത് കൂടാതെ അഡൾട്ട് എഡ്യൂക്കേഷനിൽ നമ്മൾ പറഞ്ഞു, മുമ്പ് പറഞ്ഞതുപോലെ അവരുടെ ടെക്നിക്കൽ നോളജ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുക, ന്യൂമറസി ഇംപ്രൂവ് ചെയ്യുക, ആ കൺസെപ്റ്റ് ഒക്കെ അതിന്റെ ഭാഗമാണ്. ദെൻ ഫിനാൻസിങ് എഡ്യൂക്കേഷൻ, the center and states will work together to increase the public investment in education sector to reach 6% of GDP at the earliest. So ടാർഗറ്റ് ആയിട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, GDP-യുടെ 6% എഡ്യൂക്കേഷനിലായിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി സെൻട്രൽ സ്റ്റേറ്റും ഒരുമിച്ച് നിന്നുകൊണ്ട് വർക്ക് ചെയ്യും. Then open and distance learning, this will be expanded to play a significant role in increasing gross enrollment ratio.
സോ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, ഡിസ്റ്റൻസ് ലേണിംഗ് കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതെല്ലാം അവരെ ആ ഒരു എഡ്യൂക്കേഷൻ ഫ്രെയിംവർക്കിന്റെ ഭാഗമായി കൊണ്ടുവരാൻ സാധിക്കും. Then measures such as online courses and digital repositories, funding for research, improved student services, credit-based recognition of MOOCs, etc. will be taken to ensure it is at par with the highest quality in-class programs. So, നമ്മളുടെ ഹയസ്റ്റ് ക്വാളിറ്റിയിലാണ് എല്ലാ കോഴ്സും ഓഫർ ചെയ്യുന്നത് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടി ഇത്തരം ലൈക്ക് ക്രെഡിറ്റ് റെക്കഗ്നിഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ MOOC കോഴ്സുകളായാലും അതിനെ റെക്കഗ്നൈസ് ചെയ്യുക, ആൻഡ് സ്റ്റുഡൻറ് സർവീസസ് ഇംപ്രൂവ് ചെയ്യുക, റിസർച്ചിനുള്ള ഫണ്ടിങ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ വഴി കൂടുതൽ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ടാർഗറ്റ് ചെയ്യുന്നത്. സോ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിങ്ങിനെയും പ്രൊമോട്ട് ചെയ്യുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മറ്റ് റിഫോംസിനെ പറ്റി, മറ്റ് NEP പ്രകാരമുള്ള മറ്റ് പ്രൊവിഷൻസിനെ പറ്റി പറയാനുള്ളത്. സോ നമ്മൾ പറഞ്ഞത് മോട്ടിവേറ്റഡ്, എനർജൈസ്ഡ് ആൻഡ് കേപ്പബിൾ ഫാക്കൽറ്റീസിനെ ബിൽഡ് ചെയ്യുക. ദെൻ ടീച്ചർ എഡ്യൂക്കേഷനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. മെന്ററിംഗ് മിഷൻ, ഫിനാൻഷ്യൽ സപ്പോർട്ട് സ്റ്റുഡൻസ്, എഡ്യൂക്കേഷണൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, അഡൾട്ട് എഡ്യൂക്കേഷൻ, ഫിനാൻസിങ് എഡ്യൂക്കേഷൻ ഫിനാൻസ് ചെയ്യുന്നത് 6% GDP-യുടെ എങ്കിലും എഡ്യൂക്കേഷനിലേക്ക് വേണമെന്നുള്ള രീതിയിലാണ്. ആൻഡ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് പ്രൊമോട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഗോട്ട് ആൻ ഐഡിയ? ഇതെല്ലാം നിങ്ങൾ വായിച്ചു നോക്കണം. ഒരു തവണ നമ്മൾ ജസ്റ്റ് ക്ലാസ് റൂമിൽ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നിങ്ങളുടെ ഫർദർ റീഡിംഗ് ഇവിടെ ആവശ്യമാണ്. ബിക്കോസ് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ബ്രോഡ് ആയിരിക്കും. ഐ ഷോ യു കുറെ PYQs നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയും പ്ലീസ്. Clear answer. Okay. So let's move on. Previous year questions. According to NEP 20, the primary activities of the NRF will be two. NRF in the primary activities. Okay. So, ആദ്യത്തെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് വായിക്കുന്നത്. NRF എന്താണെന്ന് അതിന് ശേഷം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫണ്ട് കോമ്പറ്റേറ്റീവ് പിയർ റിവ്യൂഡ് grant proposals of all types of across all disciplines, open new institutions of research and innovation, act as a liaison between researchers and relevant branches of government as well as industry, include research in the curriculum at school level. തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് റൈറ്റ് ആൻസർ എന്നാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് NRF? സ്റ്റാർട്ട് ഫ്രം ദെയർ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ NRFനെ പറ്റി പറയുന്നുണ്ട്. NRF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ആണ്. ഓക്കെ, നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ഈസ് എ പ്രപ്പോസ്ഡ് അപ്പെക്സ് ബോഡി that aims to facilitate and fund research activities across various disciplines in India. ഇന്ത്യയിലെ വേരിയസ് ഡിസിപ്ലിൻസിൽ റിസർച്ച് ആക്ടിവിറ്റീസിനെ ഫണ്ട് ചെയ്യുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള അപ്പെക്സ് ബോഡി ആയിട്ടാണ് NRFനെ പറ്റി പറയുന്നത്. സോ NRF ഈസ് envisaged as a key component to drive innovation, foster research culture, and enhance the quality of education in the country. Okay, so that's the purpose. Then, മേജർ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് NRF ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഈസ് ഫണ്ടിങ് റിസർച്ച്. സോ NRF ഈസ് എക്സ്പെക്റ്റഡ് ടു ഫണ്ട് കോമ്പറ്റേറ്റീവ് പിയർ റിവ്യൂഡ് ഗ്രാൻഡ് പ്രപ്പോസൽസ് അക്രോസ് ഓൾ ഡിസിപ്ലിൻസ്. എല്ലാ ഡിസിപ്ലിൻസിലെയും പിയർ റിവ്യൂഡ് ആയിട്ടുള്ള പ്രപ്പോസൽസിന് വേണ്ട ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അതിനുവേണ്ടി NRF ഒരു ബോഡി ആയിട്ട് ആക്ട് ചെയ്യുന്നു. This includes supporting research projects in the fields ranging from science and technology to humanities and social science. എല്ലാ സയൻസുകളും എല്ലാ സബ്ജക്റ്റുകളും അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്തരം ഏത് സബ്ജക്റ്റ് തന്നെ ആയിക്കോട്ടെ, അതിന്റെ റിസർച്ച് പ്രപ്പോസൽസിന് വേണ്ട ഫണ്ടിങ് സപ്പോർട്ട് ചെയ്യുന്ന ബോഡി ആയിട്ട് NRF ആക്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമതായിട്ട് ലൈസൺ വിത്ത് ഗവൺമെന്റ് ആൻഡ് ഇൻഡസ്ട്രി. സോ NRF ഈസ് ഇന്റൻഡഡ് ടു ആക്ട് ആസ് എ ലൈസൺ ബിറ്റ്വീൻ റിസർച്ചേഴ്സ് and relevant branches of government as well as industry. So researchers-ഉം ഗവൺമെന്റും ഇൻഡസ്ട്രിയും തമ്മിലുള്ള കണക്ഷൻ ഒരു ലൈസൺ ആയിട്ട് ഇന്ററാക്ടിംഗ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. സോ ദിസ് കൊളാബറേറ്റീവ് അപ്രോച്ച് ഇസ് എയിംഡ് അറ്റ് എൻഷുറിംഗ് റിസർച്ച് ഔട്ട്കംസ് that are aligned with the needs of the society and industry. സോ റിസർച്ച് സൊസൈറ്റിക്ക് ആവശ്യമുള്ള റിസർച്ചുകളായിരിക്കണം, അല്ലെങ്കിൽ ഗവൺമെന്റിന് ആവശ്യമുള്ള റിസർച്ചുകളായിരിക്കണം. ആ രീതിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു ബോഡി ഹെൽപ്ഫുൾ ആയിരിക്കും. Promoting the application of research findings in practical domains. Then promoting research ecosystem. So the NRF is designed to play a pivotal role in creating a robust research ecosystem in India. ഇന്ത്യയിൽ ഒരു കൃത്യമായിട്ടുള്ള റിസർച്ച് എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക.
then it is expected to support both basic and applied research initiatives, fostering a culture of curiosity, innovation, and continuous learning. സോ റിസർച്ച് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ബോഡിയുടെ ബേസിക് എയിം. അത് വെച്ചുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഒന്ന് ചെക്ക് ചെയ്താലോ. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് ബേസിക് എയിം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഫണ്ട് കോമ്പറ്റേറ്റീവ് പിയർ റിവ്യൂഡ് ഗ്രാൻഡ് പ്രപ്പോസൽസ് ഓഫ് ഓൾ ടൈപ്സ് അക്രോസ് ഓൾ ഡിസിപ്ലിൻസ്. ഓക്കെ, സോ അത് അതിൻ്റെ ഒരു പർപ്പസ് ആണ്. ദെൻ ഓപ്പൺ ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് റിസർച്ച് ഇന്നോവേഷൻ പറയുന്നുണ്ടോ? ഇല്ല. പ്രധാനമായിട്ട് റിസർച്ച് പ്രപ്പോസൽസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പുതിയ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ സ്കോപ്പിന്റെ ഭാഗമല്ല. ദെൻ ആക്ട് ആസ് എ ലേസൺ ബിറ്റ്വീൻ റിസർച്ചേഴ്സ്, റെലവെന്റ് ബ്രാഞ്ചസ് ഓഫ് ഗവൺമെന്റ് ആസ് വെൽ ആസ് ഇൻഡസ്ട്രി. കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് ആയിട്ട് അവർ ആക്ട് ചെയ്യുന്നുണ്ട് റിസർച്ചിനെ. ദെൻ റിസർച്ച് അറ്റ് സ്കൂൾ ലെവൽ ഈസ് ഔട്ട് ഓഫ് സ്കോപ്പ്, റൈറ്റ്? അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആൻഡ് സി ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് NRF. NRFനെ പറ്റി അപ്പോൾ എന്തൊക്കെ ഓർക്കണം? NRF എന്ന് പറയുന്നത് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ആണ്. ഇന്ത്യയിലെ റിസർച്ച് പ്രൊമോട്ട് ചെയ്യുന്ന അപെക്സ് ബോഡി ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ബേസിക് പർപ്പസുകൾ 3 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞു. റിസർച്ച് ഫണ്ടിങ്, ദെൻ ഗവൺമെന്റ് ആൻഡ് ഇൻഡസ്ട്രി കണക്ഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നു, ദെൻ റിസർച്ച് എക്കോസിസ്റ്റം ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതും ഇതിന്റെ പർപ്പസ് ആണ്. ഓക്കെ, മൂവിങ് ഓൺ ടു ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു NEP 20, സെക്കൻഡറി എഡ്യൂക്കേഷൻ കംപ്രൈസ് ഓഫ് ക്ലാസ്സസ്. നിങ്ങൾ തന്നെ പറയും, സെക്കൻഡറി എഡ്യൂക്കേഷൻ ഏതൊക്കെ ക്ലാസ്സുകളിലാണ് വരുന്നത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളാ പറഞ്ഞപ്പോൾ ജസ്റ്റ് കണക്ട് ചെയ്ത് പോയാൽ മതി. പക്ഷെ പല ആൾക്കാർക്കും തെറ്റിക്കൂട്ടുക ഏരിയ. ചില ആളുകൾ 8ാം ക്ലാസ് മുതൽ 12 വരെ എഴുതി വയ്ക്കും. അത് തെറ്റാണ്. 4 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ 9 തൊട്ട് 12 വരെയാണ്. ഓക്കെ, സോ റൈറ്റ് ആൻസർ ഈസ് 5, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. ആസ് പെർ NEP 2020, the responsibility to develop adult educator framework has been given to which of the following organizations? Adult educator framework ക്രിയേറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഏത് ഓർഗനൈസേഷനാണ് കൊടുത്തിരിക്കുന്നത്? മിനിസ്ട്രി ഓഫ് HRD, NCERT, NCTE, NIEPA. ഓക്കെ, പല ആളുകളും NIEPA പോകും. പക്ഷേ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ കൃത്യമായിട്ട് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നത് ആർക്കാണെന്ന് പറഞ്ഞില്ല. അത് കൊടുത്തിരിക്കുന്നത് NCERTക്കാണ്. ഓക്കെ, സോ NCERT is the government organization established to improve school education in India. അതാണ് ബേസിക് പർപ്പസ് ആയിട്ട് NCERTയുടെ. While its primary focus might be on K-12 kindergarten to 12 education, സംഭവിക്കുന്ന NEP 2020 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അഡൾട്ട് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്നും അഡൾട്ട് എഡ്യൂക്കേഷന്റെ ക്രിയേറ്റ് ചെയ്യാൻ, ഒരു ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള റോൾ ഇൻട്രസ്റ്റ് ചെയ്തിരിക്കുന്ന NCERTക്ക് ആണെന്നും കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ പ്രകാരമുള്ള ആൻസർ എന്ന് പറയുന്നത് NCERT തന്നെയാണ്. Then their expertise in a curriculum development, NCERT possesses significant expertise in curriculum development across different educational stages. This expertise makes them well suited to create a comprehensive framework for our adult education programs that cater the diverse learning needs of adults. അതായത് ഈ ഏറ്റവും പ്രൈമറി എഡ്യൂക്കേഷൻ തൊട്ട് നമ്മുടെ 12th വരെയുള്ള എഡ്യൂക്കേഷൻ ഫ്രെയിംവർക്ക് അവർ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അഡൾട്ട് എഡ്യൂക്കേഷനുമായിട്ട് അത് മാച്ച് ചെയ്യും. അതുകൊണ്ടാണ് NCERTക്ക് ആ ഒരു പർപ്പസ് കൊടുത്തിരിക്കുന്നത്. NCERT മറ്റ് എഡ്യൂക്കേഷൻ ഫ്രെയിംവർക്ക്, ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ കൊണ്ടുവന്നിട്ട് അഡൾട്ട് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഇത് അഡൾട്ട് എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് റിസർച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇതൊരു ബേസിക് ലിറ്ററസി അല്ലെങ്കിൽ ബേസിക് ലെവലിലുള്ള എഡ്യൂക്കേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. ആ ഒരു ലെവലിലേക്കുള്ള റോൾ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് NCERTക്കാണ്. ഓക്കെ, സോ NCERT is the right answer. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് the presence of which of the following points poses challenge for higher education system as per NEP 2020. താഴെ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ് ഹയർ എഡ്യൂക്കേഷന്റെ ചാലഞ്ചസ്? ഫസ്റ്റ്, ലാർജ് അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റീസ്, ineffective regulatory system, limited teacher and institutional autonomy, emphasis on research, efficient merit-based career management and progression of faculty members. ഇതിന്റെ ആൻസർ, ഇതിന്റെ ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഒന്ന് ആൻസർ പറയാമോ? നമ്മൾ NEPയെ പറ്റി ഒന്നും തന്നെ നോക്കിയിട്ടില്ലെങ്കിലും ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആൻസർ എന്തായിരിക്കും എന്ന് പറയും, പ്ലീസ്.
എന്തൊക്കെ കാര്യങ്ങളാണ് NEPക്ക് ഒരു ചലഞ്ച് ആയിട്ട് മാറാവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രശ്നമായിട്ട് മാറാവുന്നത്, റൈറ്റ്? പ്ലീസ് ട്രൈ. നിങ്ങളുടെ ലോജിക് ഉപയോഗിച്ച് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തേ. ലെറ്റ് മി സീ. വെരി ഗുഡ്. ഓപ്ഷൻ എ. യാ, ദാറ്റ്സ് ഇറ്റ്. ആ ഒരു ലോജിക്ക് മതി നമുക്ക് ഇങ്ങനത്തെ ആൻസറുകൾ ചെയ്യാൻ. ബിക്കോസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്താ റിസർച്ചിൽ എംഫസൈസ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നമാണോ, അതൊരു ചലഞ്ചാണോ? അതാണ് നമുക്ക് വേണ്ടത്. പക്ഷെ ഇവിടെ എംഫസൈസ് ഓൺ റിസർച്ച് എന്ന് പറയുന്ന ഒരു ചലഞ്ച് ആണെന്ന് പറഞ്ഞാണ് ഡി തന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ ഡി നമുക്ക് എന്തായാലും ഒഴിവാക്കാം. ദെൻ ഓപ്ഷൻ ഇ പറയുന്നത് എന്താ? എഫിഷ്യന്റ്, റൈറ്റ്? എഫിഷ്യന്റ് മെറിറ്റ് ബേസ്ഡ് കരിയർ മാനേജ്മെന്റ് ആൻഡ് പ്രോഗ്രഷൻ ഓഫ് ഫാക്കൽറ്റി മെമ്പേഴ്സ്. അത് എഫിഷ്യന്റ് ആണെങ്കിൽ അതൊരു പ്രശ്നമാണോ? ഒരിക്കലും അല്ല. രണ്ടും പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, അതൊരിക്കലും ഒരു പ്രശ്നമാവില്ല. അതേസമയം ബാക്കിയുള്ള കാര്യങ്ങളോ? അഫിലിയേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ് ഒരുപാടുണ്ട്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു അഫിലിയേഷൻ കൺസെപ്റ്റ് ഒഴിവാക്കണം. എല്ലാ യൂണിവേഴ്സിറ്റീസിലും എല്ലാ കോളേജുകൾക്കും ഇൻഡിപെൻഡൻസ് സ്റ്റാറ്റസ് കൊടുക്കണമെന്ന് NEPയുടെ ഒരു ടാർഗറ്റ് ആയിട്ട് തന്നെ പറഞ്ഞു. സോ നിലവിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കോളേജസ് ഉണ്ടെന്ന് പറയുന്ന ഒരു പ്രശ്നം തന്നെയാണ്. രണ്ടാമതായിട്ട് നിലവിലുള്ള റെഗുലേറ്ററി സിസ്റ്റം ഇൻഎഫിഷ്യന്റ് ആണ്, ചലഞ്ചാണ്. മൂന്നാമതായിട്ട് ലിമിറ്റഡ് ടീച്ചർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓട്ടോണമി. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓട്ടോണമി ലിമിറ്റഡ് ആണ് നിലവിൽ, അതും ഒരു ചലഞ്ചാണ്. സോ ഈ 3 ചലഞ്ചുകളാണ് NEP 2020യുടെ മുമ്പിലുള്ള മേജർ ഇഷ്യൂസ്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു അനദർ ക്വസ്റ്റ്യൻ. NEP 2020 envisions ഹയർ എഡ്യൂക്കേഷൻ ആസ്. ഹയർ എഡ്യൂക്കേഷനെ എങ്ങനെയാണ് കാണുന്നത്? ഓപ്ഷൻ എ, playing an important role in promoting human as well as societal well-being. First option. Second one, enabling system of personal accomplishments with no economic contribution to society and public engagements. Third, a system with less emphasis on development of cognitive skills and achieving learning outcomes. D, a system with identified set of skills and values to be incorporated at each stage of learning from preschool to higher education. A system which needs complete overhaul and energizing to overcome the challenges faced by the system. ഏതാണ് റൈറ്റ് ആൻസർ? ഇതൊക്കെ ഈ ക്വസ്റ്റ്യനൊക്കെ ശരിക്കും നമ്മൾ NEP പഠിക്കേണ്ട അല്ലാതെ ആൻസർ പറയാവുന്നതാണ്. നേരത്തെ ക്വസ്റ്റ്യന് കണ്ട അതേ അപ്രോച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ആൻസർ ചെയ്യാം. ആൻസർ പ്ലീസ്. ഇവിടെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ടല്ലോ, നിങ്ങളൊന്ന് ഒഴിവാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിച്ചത് ഏറ്റവും നല്ല സ്ട്രാറ്റജി അതല്ലേ? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്യൂ. ദാറ്റ് ഈസ് നോട്ട് നീഡഡ് there, right? Yeah, right. Option B. See, second option നിങ്ങൾ നോക്കി, enabling a system for personal accomplishments with no economic contribution to society. അതൊരു എയിം ആയിട്ട് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കോൺട്രിബ്യൂഷൻ വേണം. Then a system with less emphasis on development of cognitive skills. കോഗ്നിറ്റീവ് സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഒരു എംഫസിസും കൊടുക്കാത്ത ഒരു സിസ്റ്റം, ലേണിംഗ് ഔട്ട്കം അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു എംഫസിസും കൊടുക്കാത്ത സിസ്റ്റം, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. സോ 2 നെഗറ്റീവ്സ് അവിടെ ഉണ്ട്. ആ 2 നെഗറ്റീവ്സ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. ഓക്കെ, സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒന്നും നമ്മൾ ആലോചിച്ച് നിൽക്കണ്ട, കൺഫ്യൂസ്ഡ് ആവണ്ട. ഐ ഡോണ്ട് നോ അബൌട്ട് NEP എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല. പോസിറ്റീവ്സ് എടുക്കുക, യു വിൽ ഗെറ്റ് ഇറ്റ്. ഓക്കെ, മൂവിങ് ഓൺ. The NEP 2020 recommends that the duration of B.Ed programs will be of B.Ed programs-ന്റെ ഡ്യൂറേഷൻ എങ്ങനെയായിരിക്കണം? 1 year, 2 year, 3 year, 4 year, 5 year. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻസ് ആയിട്ടല്ല, there are
അത് കോമ്പിനേഷൻസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് വി ഹാവ് ഓൾറെഡി ഗോൺ ത്രൂ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് 4-year B.Ed പ്രോഗ്രാം. അതുണ്ടാവണമെന്ന് നമ്മൾ പറഞ്ഞു. 4-year B.Ed പ്രോഗ്രാം അതുണ്ട്. ദെൻ 2-year B.Ed പ്രോഗ്രാംസും നിലനിൽക്കും. പിന്നെ ഏതാ ഉള്ളത്? 4-year is there, 2-year is there. Okay, so right answer is 1-year, 2-year, 4-year. ഇതാണ് കൺസെപ്റ്റ് വരുന്നത്. 1-year B.Ed പ്രോഗ്രാംസ് ഉണ്ടാവും, 2-year B.Ed പ്രോഗ്രാംസ് ഉണ്ടാവും, അതേപോലെ തന്നെ 4-year B.Ed പ്രോഗ്രാംസ് ഉണ്ടാവും. 4-year എന്ന് പറയുമ്പോൾ അത് എന്താണ്, ഇന്റഗ്രേറ്റഡ് ആണ്. ഡിഗ്രിയും B.Edഉം ഒരുമിച്ച് വരുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് ആയിരിക്കും. സോ ആ രീതിയിലാണ് B.Ed പ്രോഗ്രാമിനെ റീഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ 1-year, 2-year ആൻഡ് 4-year. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദി NEP 2020 prioritizes the increase in gross enrollment ratio in preschool to secondary level by 100% in the year. കണ്ടോ, നമ്മൾ പറഞ്ഞ ആ ക്വസ്റ്റിനോട് തന്നെ കണ്ടോ, 100% ഇൻക്രീസ് ടാർഗറ്റ് ചെയ്യുന്ന ഏത് വർഷമാണ്? ആ ഏരിയാസ് എല്ലാം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. സോ റിമെമ്പർ ഓൾ ദിസ് കേട്ടോ. റൈറ്റ്, മറ്റൊരു ക്വസ്റ്റ്യൻ, NEP 2020 proposes to establish which of the following new bodies? താഴെ തന്നിരിക്കുന്ന ഏതൊക്കെ ബോഡീസ് ആണ് NEP 2020 വഴി പ്രപ്പോസ് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, പ്രപ്പോസ് ചെയ്യുന്നത്? അവിടെ ഒരു ഡി ഉണ്ട്, ഡി അപ്പുറത്തേക്ക് ഒന്ന് കയറിപ്പോയതാണ്. സോ എ SSSA, ബി പരാഗ്, ഡി IITI, ഡി വരുന്നത് NITI, ദാറ്റ് ഇസ് നീതി, ആൻഡ് ഇ വരുന്നത് NTA. ഇതിൽ ഏതൊക്കെ ബോഡീസ് ആണ്, ഏതൊക്കെ പുതിയ ബോഡീസ് ആണ് NEP 2020 പ്രപ്പോസ് ചെയ്യുന്നത്? ഇത് ആക്ച്വലി ഇവിടെയും നിങ്ങളുടെ ലോജിക്ക് മതി യഥാർത്ഥത്തിൽ. ബിക്കോസ് ഈ ഏരിയാസ് ഒക്കെ നമ്മൾ പരിചയപ്പെടുന്നേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും ഇത്രയും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് തരുന്നത് കേട്ടോ. നമ്മുടെ ലോജിക്ക് ഇല്ലേ? വേർ ഈസ് അവർ ലോജിക്? യെസ്, ദാറ്റ്സ് റൈറ്റ്. എന്തുകൊണ്ടാ? വി നോ വാട്ട് ഈസ് NTA, റൈറ്റ്? NTA എന്താന്ന് നമുക്കറിയാം, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആണ്. ദാറ്റ് ഈസ് ഓൾറെഡി ദെയർ. അതേപോലെ തന്നെ നീതി ആയോഗ് ഈസ് ദെയർ. നീതി ആയോഗ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ബോഡിയാണ്, അത് തന്നെയാണ് നീതി. ഓക്കെ, ഈ രണ്ട് ബോഡീസും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്, അത് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ ഓപ്ഷനിൽ 3 അല്ലേ ഉള്ളത്. സോ ഫോർ ദീസ് 3. SSSA പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ ദർ ഇസ് പരാഗ് ആൻഡ് IITI. കൺസെപ്റ്റുകൾ ജസ്റ്റ് ഒന്ന് പറയാം. SSSA എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ആണ്. സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ് അതോറിറ്റി ആണ്. NEP 2020 proposes establishment of a state school standards authority in each state and union territories as well. This body will be responsible for setting up and monitoring school standards, ensuring transparency and accountability in public schools. അപ്പോൾ സ്കൂൾ സ്റ്റാൻഡേർഡ്സ് മോണിറ്റർ ചെയ്യാനും അക്രഡിറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ബോഡി ആയിട്ടാണ് ഇത് വരുന്നത്. രണ്ടാമത് പരാഗ് ആണ്. പരാഗ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് അസസ്മെന്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. ദിസ് വൺ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് കേട്ടോ. പുതിയൊരു ബോഡിയാണ് ആൻഡ് യു ഹാവ് എ ക്ലിയർ ഡെഫിനിഷൻ ഫോർ ദി ടേംസ്. ഇങ്ങനെയൊക്കെ വരുന്നതാണ് നമ്മൾ ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് പരാഗ് എന്ന് തന്നെ ചോദിക്കാം. അത് തന്നെ ഓർത്തേക്കുക. പെർഫോമൻസ് അസസ്മെന്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. NEP 2020 recommends setting up a national assessment center called Parag. This center will focus on developing holistic assessment system that goes beyond rote memorization and assess students' critical thinking, problem solving and other essential skills. So student assessment വേണ്ടിയുള്ളൊരു ബോഡിയാണ്. അസസ്മെന്റിന് വേണ്ടി ജസ്റ്റ് റോഡ് മെമ്മറൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് മാറ്റിയിട്ട്, കാണാപ്പാടം പഠിക്കുന്ന രീതി മാറ്റിയിട്ട്, കുട്ടികളിലെ ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, അതേപോലെ മറ്റ് എസെൻഷ്യൽ സ്കിൽസും ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബോഡി ആയിട്ടാണ് പരാഗിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തത് IITI ആണ്. അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് ഇന്റർപ്രിറ്റേഷൻ. Indian Institute of Translation and Interpretation. NEP 2020 proposes the establishment of Indian Institute of Translation and Interpretation to promote multilingualism and enhance the quality of translation and interpretation services in India. So translation അതിന് വേണ്ടി ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്രിയേറ്റ് ചെയ്യും. അതാണ് IITI. ഓക്കെ,
സോ മൾട്ടി ലിംഗ്വിസം പ്രൊമോട്ട് ചെയ്യുക, പല ലാംഗ്വേജ് 3 ലാംഗ്വേജ് ഫോമുല പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ ഒരു ബോഡി ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ മറ്റ് രണ്ട് ഓപ്ഷൻസ് നീതി ആയോഗും NTA ആണ്. അതിനെപ്പറ്റി നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. സോ റൈറ്റ് ആൻസർ ഈസ് A, B and C. Then one more question. The NEP 2020 proposes to prepare which of the curriculum framework? NEP 2020 ഭാഗമായിട്ട് താഴെ തന്നിരിക്കുന്ന ഏതൊക്കെ കരിക്കുലം ഫ്രെയിംവർക്ക് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ അഡൾട്ട് എഡ്യൂക്കേഷൻ, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ technical education, national curriculum framework for vocational education. Confusing, right? So you need to remember this. First is school education. School education വേണ്ടിയുള്ള കരിക്കുലം ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് തന്നെ. സോ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ is designed to provide guidelines and direction for school education in India. It focuses on creating a flexible, multidisciplinary and holistic curriculum that encourages critical thinking, creativity, and a deep understanding of subjects. So school education വേണ്ടി ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് NCFSC എന്ന് ഓർത്തേക്കുക. രണ്ടാമതായിട്ട് NCFAC, അഡൾട്ട് എഡ്യൂക്കേഷന് വേണ്ടിയുള്ള കരിക്കുലം ഫ്രെയിംവർക്ക്. നമ്മൾ പറഞ്ഞല്ലോ NCERT ആണ് ഏൽപ്പിച്ചിരിക്കുന്നത്. So it is intended to address educational needs of adults, emphasizing lifelong learning. So it aims to develop a framework that caters to the diverse learning requirements of adults, considering factors such as literacy, vocational skills, and continuing education. So ഇവയെല്ലാം എഡ്യൂക്കേഷൻ അഡൾട്ടിലേക്ക് എത്തിക്കുക ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് അതിൻ്റെ ഒരു ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ മൂന്നാമത് വരുന്നത് ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. So it is geared towards improving the quality of teacher education programs. It provides guidelines for training and professional development of teachers, ensuring that they are well equipped to facilitate effective and meaningful learning experience for students. So teachers-ന് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനുള്ള എബിലിറ്റി ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഈ ഒരു ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ 3 ബേസിക് ഫ്രെയിംവർക്കാണ് വരുന്നത്. ഒന്ന് സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഫ്രെയിംവർക്ക്, അഡൾട്ട് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഫ്രെയിംവർക്ക്, അതേപോലെ ടീച്ചർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഫ്രെയിംവർക്ക്. സോ ദാറ്റ്സ് ദി റൈറ്റ് ആൻസർ A, B ആൻഡ് C. ടെക്നിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഫ്രെയിംവർക്കും വൊക്കേഷണൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഫ്രെയിംവർക്കും NEPയുടെ ഭാഗമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ വൺ മോർ ക്വസ്റ്റ്യൻ. ദി ന്യൂ കരിക്കുലം നമ്മളിത് ഓൾറെഡി കണ്ടതാണല്ലേ. ദി ന്യൂ കരിക്കുലർ ആൻഡ് പെഡഗോജിക്കൽ സ്ട്രക്ചർ ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആസ് പ്രപ്പോസ്ഡ് ബൈ NEP 2020 ഈസ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. ദാറ്റ് ഈസ് 5 + 3 + 3 + 4. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങൾ NEPയുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തു. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. ഒന്നും കൂടി ഞാനൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് NEPയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഡീഷണൽ ഏരിയാസ് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത സെഷനിൽ നമുക്ക് NEP തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ പ്ലീസ് ഗോ ത്രൂ ഇറ്റ്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഇന്ററാക്ട് ചെയ്യൂ. എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ, ശരിയാണോ, അങ്ങനെ മതിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പല ആളുകളും സൈലന്റ് ആണ്. എന്താണ് അറ്റൻഡ് ചെയ്യാതിരുന്നതെന്ന് ചോദിച്ചാൽ പോലും പല ആളുകളും സൈലന്റ് ആണ്. ഓക്കെ, എനിവേ ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ ലെവൽ ഓഫ് ലേണിംഗ് എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവും. ഓക്കെ, സോ എനി ഡൗട്ട്സ്? No, sir. Okay, thank you all. We'll continue in our next lecture. Bye.